വയനാട് ടൗൺഷിപ്പ് സന്ദർശനത്തിനിടെ മമ്മൂട്ടി CPM ജില്ലാ സെക്രട്ടറി കെ റഫീഖിനോട് മാറി നിൽക്കാൻ പറഞ്ഞത് സമൂഹ മാധ്യമങ്ങളിൽ വിവാദമായി. അതങ്ങനെ വിവാദമായി തുടരുകയാണ്. മമ്മൂട്ടിക്ക് എതിരെയുള്ള സൈബർ ആക്രമണവും തുടരുകയാണ്. എന്നാൽ കെ റഫീഖ് എന്ന CPM നേതാവിൻ്റെ മാന്യതയാണ് ഇവിടെ ലോകം കണ്ടത്. എല്ലാ വാദപ്രതിവാദങ്ങളും അവസാനിപ്പിക്കണമെന്നാണ് എല്ലാവരോടും അയാൾ അഭ്യർത്ഥിക്കുന്നത്. മമ്മൂട്ടി തന്നെ നേരിൽ വിളിച്ചു, കാര്യങ്ങൾ വിശദീകരിച്ചു. മനഃപൂർവ്വം അപമാനിക്കാൻ ശ്രമിച്ചിട്ടില്ല എന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് പരിഭവങ്ങളും തർക്കങ്ങളും മാറ്റിവെച്ച് നമുക്ക് ചേർന്ന് നിൽക്കാം എന്ന് കെ റഫീഖ് ആവശ്യപ്പെടുന്നു. സംഭവത്തിൽ ഖേദം പ്രകടിപ്പിച്ച് നടൻ മമ്മൂട്ടിയും രംഗത്തെത്തി. പറഞ്ഞ കാര്യങ്ങൾ ഇത്ര വലിയ വിവാദമാകുമെന്ന് കരുതിയിരുന്നില്ല എന്നാണ് നടൻ വിശദീകരിക്കുന്നത്. അതുകൊണ്ട് വിവാദം അവസാനിച്ചു എന്ന് തന്നെ നമുക്ക് കരുതാം. പക്ഷേ മമ്മൂട്ടിയെപ്പോലെ ഒരു നടന് നേരെ നടന്ന സൈബർ ആക്രമണം എന്തിൻ്റെ സൂചനയാണ്? ഈ വിവാദത്തിലൂടെ പുറത്തു വരുന്നത് നമ്മുടെ പൊതുസമൂഹത്തിൻ്റെ പുതിയ സൈബർ സ്വഭാവമാണോ? അഭിപ്രായ സ്വാതന്ത്ര്യത്തിൻ്റെയും സാംസ്കാരിക മാന്യതയുടെയും അതിരുകൾ എവിടെയാണെന്ന് തിരിച്ചറിയാൻ മലയാളികൾക്ക് കഴിയുന്നില്ലേ? ന്യൂസ് 18 പൊതുവേദി ചർച്ച ചെയ്യുന്നു. മമ്മൂട്ടിക്ക് നേരെ നടന്ന അധിക്ഷേപം അതിരുകടന്നു. എല്ലാവർക്കും പൊതുവേദിയിലേക്ക് സ്വാഗതം. യെസ്, എൻ്റെ ആദ്യ കോളർ ബിനോയ് കൊല്ലത്തു നിന്നാണ് വിളിക്കുന്നത്. ബിനോയ്, ഇവിടെ മമ്മൂട്ടി എന്ന നടനും ആ CPM നേതാവും തമ്മിൽ കാര്യങ്ങൾ പറഞ്ഞു തീർത്തു. പക്ഷേ ഒരു നടനെതിരെ വന്ന വലിയ തോതിലുള്ള ഒരു സൈബർ ആക്രമണം എന്തിന്റെ സൂചനയാണ് ബിനോയ്? അല്ല, ഒന്നിന്റെയും സൂചനയല്ല. അത് എന്തുവാണ് പറഞ്ഞു തീർത്തത് എന്നെനിക്ക് മനസ്സിലാവുന്നില്ല. ഇന്നലെ പറഞ്ഞു അങ്ങനൊന്നും പറഞ്ഞിട്ടില്ല. പറഞ്ഞു തീർക്കുവാൻ എന്താണ്? മമ്മൂട്ടിയെ സംബന്ധിച്ചോളം ഒരു പൊതുപ്രവർത്തന കൊടുക്കേണ്ടുള്ള അംഗീകാരം അദ്ദേഹം കൊടുത്തില്ല. ഞാനിപ്പോൾ ആരോ ആയിക്കോട്ടെ, CPM ജില്ലാ സെക്രട്ടറി എന്ന് പറയുന്ന അദ്ദേഹത്തെ വേണ്ട രീതിയിലല്ല മമ്മൂട്ടി ട്രീറ്റ് ചെയ്തെന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ. സോഷ്യൽ മീഡിയ അത് കണ്ടുകൊണ്ട് ഏറ്റിപ്പോ ആര് തെറ്റ് കാണിച്ചാലും സോഷ്യൽ മീഡിയ പറയും അവിടെ മമ്മൂട്ടിയെന്നോ മോഹൻലാലെന്നോ നരേന്ദ്രമോദിയെന്നോ പിണറായി വിജയനെന്നോ VD സതീശനെന്നോ ഒന്നുമില്ല. ആരായാലും തെറ്റ് കണ്ടാൽ ആ തെറ്റ് ചൂണ്ടിക്കാണിക്കും. ഇവിടെ മമ്മൂട്ടിയെ തിരുത്താനുള്ള ഒരു ശ്രമമാണ് സമൂഹ മാധ്യമങ്ങളിൽ നടന്നതെന്നാണ് ബിനോയ് കരുതുന്നത്. അല്ല, മമ്മൂട്ടി തിരുത്താനുള്ളത് മമ്മൂട്ടി എന്തിനാ ഒരു പൊതുപ്രവർത്തകനോട് അങ്ങനെ പറയേണ്ടുള്ള ആവശ്യം എന്തുവാ? അദ്ദേഹം അങ്ങനെ പറയേണ്ടുള്ള ആവശ്യം എന്തുവാ? ഞാൻ ചോദിക്കട്ടെ, അദ്ദേഹത്തിന് സിനിമകൾ കാണുന്ന, രാഷ്ട്രീയത്തിനപ്പുറം എല്ലാവരും സിനിമ കാണുന്ന ആളുകൾ, ഈ സാധാരണക്കാരന്റെ ഒരു വിഷയം ഇതേ കണക്ക് വീടില്ലാത്തവന്റെ വീടിന്റെ ഒരു വിഷയങ്ങളൊക്കെ വരുമ്പം അവിടെയൊക്കെ ഏത് രാഷ്ട്രീയക്കാരനോ ആവട്ടെ, ഒരു പൊതുപ്രവർത്തകനല്ലേ അവിടെയൊക്കെ ഓടിച്ചെല്ലുന്ന. മമ്മൂട്ടി അദ്ദേഹത്തിനോട് പറഞ്ഞിട്ട് ഇപ്പൊ തിരിച്ചിട്ട് കാര്യമില്ല. അങ്ങനെ പറയരുത്. മമ്മൂട്ടിക്ക് എന്തെങ്കിലും മമ്മൂട്ടി അങ്ങനെ പറയാൻ പാടില്ല. ഒരാളെയും ചെറുതാക്കി കാണാൻ പാടില്ല. അദ്ദേഹത്തിനോട് എന്തോ പറഞ്ഞു, നീ എന്തിനാ കൂടെ വന്ന് നിൽക്കുന്നത് നടക്കുന്നത്? അത് ചോദിക്കാൻ ഈ മമ്മൂട്ടിയാണോ? എല്ലാം കഴിഞ്ഞ് വീടുകളിൽ ആൾക്കാരും താമസമായി ബഹുമാനീയ മുഖ്യമന്ത്രി ഉദ്ഘാടനവും കഴിഞ്ഞ് പോകുമ്പം ഇപ്പോഴല്ല വരേണ്ടത്. ആ വരേണ്ട സമയം ഉണ്ടായിരുന്നു. മമ്മൂട്ടി അങ്ങനെ പറഞ്ഞതിനോടും ഇപ്പൊ മമ്മൂട്ടി വിളിച്ച് അദ്ദേഹത്തിനെ സെറ്റിൽ ചെയ്തു എന്ന് പറയുന്നതിനോടും ഞാൻ യോജിക്കുന്നില്ല. മമ്മൂട്ടി അങ്ങനെ ആ പൊതുപ്രവർത്തകനോട്, പ്രത്യേകിച്ച് ഒരു ജില്ലാ സെക്രട്ടറിയോട്, അത് ജില്ലാ സെക്രട്ടറി ആവട്ടെ, ഞങ്ങളുടെ ആരോ ആവട്ടെ, ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഏറ്റവും ജില്ലയിലെ ഉന്നതനായ നേതാവാണ്, അദ്ദേഹത്തിനോട് അങ്ങനെ പറയാൻ പാടില്ല. ആ പറഞ്ഞത് ഇപ്പൊ സമൂഹ മാധ്യമങ്ങൾ ഇതിപ്പം ചർച്ച ചെയ്തത് കൊണ്ടല്ലേ ഇതിപ്പോ അദ്ദേഹം വിളിച്ച് സോറി അങ്ങനെ പറയാൻ പാടില്ല. മമ്മൂട്ടി ഒരാളോട് പോലും, മമ്മൂട്ടി വലിയ നടനോ വലിയ അവാർഡ് മേടിച്ച ആളോ കേരളത്തിലെ മഹാനടനോ ഒക്കെ ആയിരിക്കും, അതൊക്കെ മറ്റൊരു. പക്ഷെ ഒരു മനുഷ്യനായിട്ട് കാണണം, ഒരു പൊതുപ്രവർത്തകനായിട്ട് കാണണം. അടുത്ത് പലരും വന്നു നിൽക്കും അദ്ദേഹത്തിനോടുള്ള ആരാധന കൊണ്ട്, അല്ലെങ്കിൽ അദ്ദേഹത്തിനുള്ള ഇഷ്ടം കൊണ്ട്. പക്ഷെ അങ്ങനൊന്നും അല്ല സമൂഹത്തിനോട് പ്രത്യേകിച്ച് ഞങ്ങളെ പൊതുപ്രവർത്തകരോട് അങ്ങനെയല്ല അദ്ദേഹം ബിഹേവ് ചെയ്യേണ്ടത്. അദ്ദേഹം ഇപ്പൊ ഈ സോഷ്യൽ മീഡിയകൾ പറയുന്നതിനോടൊപ്പം തന്നെയാണെന്ന് ഞാൻ വീണ്ടും പറയുന്നു. അല്ല, ഞാനിവിടെ ഇപ്പൊ ചില ആളുകൾ പറയുന്നത് മമ്മൂട്ടിക്ക് അങ്ങനെ ഒരു സാധാരണഗതിയിൽ ഒരു രാഷ്ട്രീയ പ്രവർത്തകന്റെ ഒരു മെയ്വഴക്കമില്ല. അദ്ദേഹത്തിന് തോന്നുന്ന ഒരു അഭിപ്രായം ആരുടെയും മൂത്തു നോക്കി പറയുന്ന ഒരാളാണ്. അപ്പോൾ ഈ ക്യാമറ ഉണ്ടാകും, ഇത് വിവാദമാകും എന്നൊക്കെ അദ്ദേഹം മനസ്സിലാക്കിയില്ല. ഇതിപ്പോൾ ഒരു CPM ഓർഗനൈസ്ഡ് പരിപാടിയിൽ താൻ വന്നു എന്നൊരു പ്രതിച്ഛായ ഉണ്ടാകാതിരിക്കാൻ വേണ്ടി പറഞ്ഞതാണോ? അതോ ഇത് തൻ്റെ ആ ഒരു ധാർഷ്ട്യം അത് ക്യാമറയിൽ അറിയാതെ പതിഞ്ഞുപോയി എന്ന ഒരു ജാള്യതയാണോ ഇപ്പം മമ്മൂട്ടിക്ക് ഉണ്ടാവേണ്ടത്?
അല്ല, മമ്മൂട്ടിക്ക് മനു, ഞാനൊരു കാര്യം പറയാം. മമ്മൂട്ടി എന്ന കലാകാരനെ ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ ഞാൻ പറയാം, മമ്മൂട്ടിക്ക് ഒരു രാഷ്ട്രീയമുണ്ട്. നിങ്ങൾക്ക് അറിയാത്തത് കൊണ്ടാണ് ഈ സാധാരണക്കാരൻ 50, 100, 200 രൂപ കൊടുത്ത് സിനിമ കാണുന്ന ആളുകൾക്ക് ആ നടനെ ഒന്ന് നേരിൽ കാണുമ്പോൾ ഒന്ന് ഒരു ഷേക്കാൻഡ് കൊടുക്കും, അടുത്ത് നിൽക്കണമെന്നൊക്കെ തോന്നും. പ്രത്യേകിച്ച് അവിടുത്തെ ജില്ലാ സെക്രട്ടറി അല്ലേ നിന്നത്. ഇനിയിപ്പോ സാധാരണക്കാരൻ നിന്നാലും ജില്ലാ സെക്രട്ടറി നിന്നാലും മമ്മൂട്ടി അങ്ങനെ പറയാൻ പാടില്ല. മമ്മൂട്ടി തെറ്റ് തിരുത്തിയത് ജനങ്ങളുടെ പ്രതികരണം കണ്ടിട്ടാ. എത്രയോ പേർക്ക് ദുരനുഭവങ്ങൾ ഉള്ളവരുണ്ട്, ചിലർ പറയത്തില്ല, അവർ നാണക്കേട് ഓർത്ത് ചിലർ പറയത്തില്ല. പക്ഷെ ഇത് ജില്ലാ സെക്രട്ടറി ഒരു രാഷ്ട്രീയക്കാരനെന്ന് പറയുമ്പോൾ എല്ലാത്തിനെയും നേരിടും. ഒരുപാട് ആരോപണങ്ങൾ വന്നാൽ എല്ലാത്തിനെയും. അതുകൊണ്ട് ഈ രാഷ്ട്രീയക്കാരനായ ജില്ലയുടെ സെക്രട്ടറി റഫീഖ് ഓപ്പണായിട്ട് തുറന്നു പറഞ്ഞു, ഇങ്ങനെയാണ് എനിക്കുണ്ടായ അനുഭവം എന്നുള്ളത്. അങ്ങനെ തന്നെ പറയണം. മമ്മൂട്ടിയൊക്കെ ഞാനും താങ്കളും ഒക്കെ പൈസയും ടാക്സും കൊടുത്ത് സിനിമ കണ്ടിട്ട് നമ്മളൊക്കെ കൊടുക്കുന്ന പ്രതിഫലവും അവരിവിടം വരെ എത്തിയത്. അതുകൊണ്ട് റഫീഖിനോട് അദ്ദേഹം മാപ്പ് പറഞ്ഞിട്ടോ സോഷ്യൽ മീഡിയയിൽ ആക്രമിക്കുന്നെന്നോ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഒരാളോട് എങ്ങനെയാണ് ഗീവ് ആൻഡ് ടേക്ക് പോളിസി എന്നുള്ളത് മമ്മൂട്ടിയും മലയാളത്തിലെ ചില മഹാനടന്മാരും പഠിക്കേണ്ടിയിരിക്കുന്നു. അവിടെ പഠിച്ചേ പറ്റൂ. ഇനി ജില്ലാ സെക്രട്ടറി റഫീഖ് അല്ല, ഒരു സാധാരണക്കാരനാണ് വന്ന് മമ്മൂട്ടി ഇത് മമ്മൂട്ടിയാ, ഇത് മഹാനടനാന്ന് വന്ന് പറയുമ്പോ ആ രീതിയിൽ കാണണം. അവിടെ ഈ റഫീഖൊക്കെ ഉൾപ്പെടുന്ന ഒരു സമൂഹമാണല്ലോ അവിടെ ഈ വീട് വെക്കാനും മറ്റേനും ഒക്കെ കടന്ന് മെനക്കെട്ടത്. അപ്പോൾ അദ്ദേഹം അവിടെ വന്ന് നിൽക്കാൻ യോഗ്യനായതുകൊണ്ടാണ് റഫീഖ് അവിടെ വന്ന് നിൽക്കുന്നത്. ഇതിനു മുമ്പ് പലരും വന്നപ്പോഴും ബഹുമാനനെ കേരളത്തിന്റെ മുഖ്യമന്ത്രിയൊക്കെ വന്നപ്പോഴും റഫീഖ് അവിടെ ഉണ്ട്, റഫീഖ് വരുന്നുണ്ട്. ഞാൻ റഫീഖിന് രാഷ്ട്രീയപരമായി ഞങ്ങൾ അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ രണ്ട് ദോരയിൽ പ്രവർത്തിക്കുന്നവരാണെങ്കിലും, പക്ഷെ മമ്മൂട്ടി റഫീഖിനോട് കാണിച്ചത് ഒരു പൊതുപ്രവർത്തകൻ, ഒരു നല്ല മനുഷ്യൻ, നല്ല മനസ്സുള്ള ഒരാളെന്നുള്ള രീതിയിൽ ഒരിക്കലും അത് ശരിയല്ല. സോഷ്യൽ മീഡിയയിൽ ഇട്ട് ട്രോളുന്നതോ സോഷ്യൽ മീഡിയ കൈകാര്യം ചെയ്യുന്നതോ സോഷ്യൽ മീഡിയ കൂടുതൽ ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നതിലോ ഒരു കാര്യമില്ല. അത് പോസിറ്റീവ് തിങ്ക് ആണ്. ഇനി അങ്ങനെ മമ്മൂട്ടിയെ പോലുള്ള മഹാനടൻ കാണിക്കാതിരിക്കാൻ വേണ്ടിയാണ് അത് ചെയ്യുന്നത്. മമ്മൂട്ടിയെ അവഹേളിക്കാൻ വേണ്ടിയല്ല. ഇനി ഇത് ആവർത്തിക്കരുത്. ഡോണ്ട് റിപ്പീറ്റ് ഇറ്റ്. യെസ്, വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. അപ്പം വിജയകുമാർ കൂടി എന്നോടൊപ്പം പട്ടാമ്പിയിൽ നിന്ന് ചേരുകയാണ്. ശ്രീ വിജയകുമാർ, മമ്മൂട്ടിക്കെതിരെ ഇപ്പോൾ പലരും പിന്തുണയായി ആളുകളൊക്കെ വരുന്നുണ്ട്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ പല ആളുകൾ വന്നു. തിരക്കഥാകൃത്തും അതുപോലെ നിർമ്മാതാവുമായ നിഷാദ് കോയ പറയുന്നത് മമ്മൂട്ടിയുടെ സ്വകാര്യ സന്ദർശനം പാർട്ടി പരിപാടിയാക്കാൻ ശ്രമിച്ച എല്ലാ ഫ്രെയിമിലും കയറി നിൽക്കുന്ന തരത്തിലേക്ക് CPM ജില്ലാ സെക്രട്ടറിമാർ തരം താഴുന്നു എന്നാണ്. വിജയ് കുമാർ പട്ടാമ്പി, ഇത് കാര്യമായിട്ട് വിവാദമാക്കേണ്ട കാര്യമില്ല. കാരണം എന്താ വെച്ചാൽ പല ആൾക്കാർക്കും ചിലപ്പോൾ ചെറുതായിട്ട് നമുക്ക് പൊതുവായിട്ട് ആൾക്കാരായിട്ട് പെരുമാറുമ്പോൾ ചിലപ്പോൾ അബദ്ധം പറ്റും. അതപ്പോൾ തന്നെ എനിക്കൊക്കെ ഇഷ്ടം പോലെ ഉണ്ടാവില്ല. ചിലപ്പോൾ നമ്മളെ പെരുമാറ്റത്തിൽ മോശമായോ നമുക്ക് തോന്നിക്കഴിഞ്ഞാൽ അത് അറിയാതെ പറഞ്ഞാൽ ശ്രമിക്കണമെന്ന് നിങ്ങൾ പറയും. അതുപോലെ ചെറിയൊരു കാര്യമേ ഉള്ളൂ. രണ്ട് കുട്ടി അത് ശരിക്കും സംസാരിച്ച് തീർക്കുകയും ചെയ്തു. അത് കാര്യമായിട്ട് വിവാദമാക്കേണ്ട ആവശ്യമില്ല. ജനങ്ങളായിട്ട് ബന്ധമുള്ള ആൾക്കാർക്ക് പലപ്പോഴും ഇങ്ങനത്തെ ഇത് പറ്റും. ഇനി ഇത്തരം ഒരു കാര്യം മമ്മൂട്ടി ആവർത്തിക്കില്ല. ശരി, വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. അപ്പോൾ എന്നോട് ഷിജു നമസ്കാരം എന്ന് പറയുന്നുണ്ട്. അപ്രീഷിയേറ്റ് യുവർ സിൻസിയറിറ്റി ഫോർ വർക്കിംഗ് ഈവൺ ഓൺ സൺഡേസ് ഓഫ് എന്ന് എന്നോട് ഷിജു പറയുന്നു. ഓക്കെ, അപ്പോൾ ഷിജുവിന് ഞാൻ വിചാരിക്കുന്നു ഞാൻ ഞായറാഴ്ചയും, അപ്പോൾ ഇവിടെ അങ്ങനെ ഞായറാഴ്ച അവധി എന്നുള്ളൊരു രീതി ടെലിവിഷനുകളിൽ ഇല്ല കേട്ടോ. നമ്മൾ ആഴ്ചയിൽ നമുക്ക് സൗകര്യമുള്ളൊരു ദിവസം ഓഫ് എടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഷിജു വിചാരിക്കും ഞാൻ ഞായറാഴ്ചയും പണിയെടുക്കുകയാണെന്നാണ്. പലരും അത് ഞായറാഴ്ചയാണ് എടുക്കാറ്, ഞാനങ്ങനെ എടുക്കുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. കിഷോർ കോന്നി എന്നോടൊപ്പം ചേർന്നിട്ടുണ്ട്. എന്ന് പറയുന്നു മമ്മൂട്ടി അച്ചി വീട്ടിൽ നിന്ന് വന്നതാണോ എന്ന് രാജേഷ് മാംകോഴി എന്നോട് ചോദിക്കുന്ന. എന്താ രാജേഷേ, മമ്മൂട്ടിയേക്കാൾ പറഞ്ഞു, പക്ഷേ അങ്ങനെ നിലവാരം കുറച്ച് വേണ്ടേ ഇതിലൊക്കെ പ്രതികരിക്കുമ്പോൾ. ഇപ്പോൾ സദാശിവൻ നായർ എന്നോട് പറയുന്നു ബിനോയ് കൊല്ലം പറഞ്ഞതിനോട് ഞാൻ പൂർണ്ണമായി യോജിക്കുന്നു. മമ്മൂട്ടി അവിടെ പോയത് തന്നെ ജാടയാണ് എന്ന് പറയുന്നു. മമ്മൂട്ടി ദുരന്തബാധിതർക്ക് എന്ത് ചെയ്തു എന്ന് പറയൂ. CPM ജില്ലാ സെക്രട്ടറി ദുരന്ത മേഖലയിൽ സജീവമായി പ്രവർത്തിച്ചു. നേച്ചർ 999 ആണ് എന്നോട് പറയുന്നത്. CPM ജില്ലാ സെക്രട്ടറി ദുരന്ത മേഖലയിൽ സജീവമായി പ്രവർത്തിച്ചു. ജനങ്ങളുടെ ഇടയിൽ പ്രവർത്തിക്കുന്ന പ്രവർത്തകരോട് താരങ്ങൾ ജാട കാണിക്കാൻ നിന്നാൽ ജനങ്ങൾ വെറുതെ വിടില്ല എന്ന് ഓർപ്പിക്കുകയാണ് നേച്ചർ 999. രാജേഷ് പറയുന്നു നസീർ സാർ മഹാനായ നടനായിരുന്നു എന്ന്. മമ്മൂട്ടി കാണിച്ച ഒരിക്കലും ശരിയായില്ല എന്ന് എന്നോട് ശാന്തകുമാരി പറയുന്നു. പൊതുവേദിയിൽ ബിനോയ് കൊല്ലം പറഞ്ഞതിനെ ഞാൻ പൂർണ്ണമായി പിന്തുണയ്ക്കുന്നു എന്ന് ശാന്തകുമാരി. അപ്പോൾ നമ്മുടെ ഇന്ന് വനിതാ ദിനമൊക്കെ ആയതുകൊണ്ട് കൂടുതൽ വനിതകൾ നമ്മളെ ടെലിഫോൺ ചെയ്യുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇന്ന് വനിതകൾക്ക് കുറച്ചൊരു പ്രാധാന്യം നമുക്ക് കൊടുക്കാം. അപ്പോൾ ശ്രീമതി ശാന്തകുമാരി ആണ് ഇപ്പോൾ നമ്മൾ യൂട്യൂബിൽ എന്നോട് പ്രതികരിച്ചിരിക്കുന്നത്. ജോസഫ് വർഗീസ് പറയുന്നു എത്ര വട്ടം
നേതാക്കളെ ആട്ടി പുറത്താക്കിയിരിക്കുന്നു മുഖ്യമന്ത്രി എന്ന തരത്തിൽ പറയുന്നു. ജയകുമാർ നമസ്കാരം, മമ്മൂട്ടിക്ക് പാർട്ടി പരിപാടിക്ക് വന്നതല്ലല്ലോ എന്ന് പറഞ്ഞ് പിന്താങ്ങുന്നുണ്ട്. മുഹമ്മദ് മഞ്ചേരി ചുരുങ്ങിയ വാക്കുകളിൽ. ശ്രീ മുഹമ്മദ് മഞ്ചേരി. മനുഷ്യരെ നമസ്കാരമുണ്ട്. നമസ്കാരം. അപ്പോ ചില നേരങ്ങളിൽ ചില മനുഷ്യർ എന്ന് പറഞ്ഞ മമ്മൂട്ടി അപ്പൊ അത് എന്തോ ഒരങ്ങനെ പറഞ്ഞു പോയതാ. അപ്പൊ സാരമില്ല, അതൊന്ന് ക്ഷമിച്ച് പ്രശ്നം അവസാനിപ്പിക്കണമെന്നാണ് താങ്കൾ പറയുന്നത് അല്ലേ? അപ്പൊ അങ്ങനെ അത് വോട്ടാക്കരുത്. ശരി, ഓക്കെ, വ്യക്തമാണ്. ശശിധരൻ വയലാർ കൂടി എന്നോടൊപ്പം ചേരുന്നു. ശ്രീ ശശിധരൻ വയലാർ, നമസ്കാരം. നമസ്കാരം. കുറച്ച് ദിവസമായി സംസാരിച്ചിട്ട്. അതെ അതെ അതെ, സുഖല്ലേ? സുഖമായിരിക്കുന്നു. ഈ വിഷയത്തെ പറ്റി പറയുമ്പോഴേ എനിക്കൊരു പഴയ മഹത് വചനമാണ് ഓർമ്മ വരുന്നത്. സ്വാതന്ത്ര്യം തന്നെ അമൃതം, സ്വാതന്ത്ര്യം തന്നെ ജീവിതം, പാരതന്ത്ര്യം മാനികൾക്ക് മൃതിയേക്കാൾ ഭയാനകം. ഇതാണ് എനിക്ക് മമ്മൂട്ടി സാറിനോട് പറയാനുള്ളത്. കാര്യം എന്താ പറഞ്ഞാൽ അദ്ദേഹം ആവശ്യമില്ലാത്തൊരു ഇതെടുത്ത തല വെച്ച് ഇന്ന് ആ കമന്റുകൾ മുഴുവനും ഞാൻ വായിച്ചതാണ്. ഈ ബിനോയിയെ പോലുള്ളവരൊക്കെ ഇതിനെ തീർത്തും ന്യായീകരിച്ചോ പക്ഷെ കുഴപ്പമൊന്നുമില്ല. ഒരു തെറ്റാണെന്ന് പറയാനുള്ള ഒരു മാനസികാവസ്ഥ പോലും കാണിച്ചില്ല. എന്ത് തെറ്റാണെന്നാ പറയുന്നത്? മമ്മൂട്ടിയാണോ തെറ്റത്, റഫീഖാണോ തെറ്റ്? മമ്മൂട്ടി ചെയ്ത ഒരു ചെറിയ പാളിച്ചയ്ക്ക് അതിനിട്ട കമന്റുകളാണെന്ന് വായിക്കേണ്ടത്. ഇടതുപക്ഷ പ്രവർത്തകർ. ഞാൻ ഒരു കാര്യം പിന്നെ മനുവിനോട് തീർത്ത് പറയാം. ഇവിടെ ഇപ്പൊ ഭരണവിരുദ്ധ വികാരമൊന്നും അല്ല, ഇവരുടെ നാവദോഷം, ഇവരുടെ പ്രവൃത്തി ദോഷം, ഇവരുടെ അഹങ്കാരം, ഇതൊക്കെയാണ് ഇവർക്കെതിരായിട്ട് വരാൻ പോകുന്നത്. അല്ലാണ്ട് വേറൊന്നുമല്ല. കാരണം ഞാനിത് കംപ്ലീറ്റ് വായിക്കാറുണ്ട്. കാരണം ചില ദിവസം ആഹാരം പോലും കഴിക്കില്ല. കാരണം അത്ര മോശമായിട്ടുള്ള കമന്റുകൾ എന്ന് പറഞ്ഞാൽ അത്രയും നികൃഷ്ടമായിട്ടുള്ള കമന്റുകൾ. അമ്മയ്ക്കും അച്ഛനും അപ്പൂപ്പനും അമ്മൂമ്മയ്ക്കും എന്തെല്ലാം വിളിച്ച് ചീത്ത പറയുന്ന കമന്റുകളാണ് ഇപ്പൊ ഈ ഓരോ പോസ്റ്റിനും കീഴെ വരുന്നതെന്നറിയാമോ? നമുക്ക് തന്നെ നാണം തോന്നും. ഇത് കേരളമാണ്. അതേപ്പറ്റി ഒന്നും ഈ ബിനോയ് സഖാവ് പറയാതെ എനിക്ക് അദ്ദേഹത്തോടൊക്കെ ഒരു ഇച്ചിരി ഇതൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ തീർത്തും ന്യായീകരിച്ച് മമ്മൂട്ടി ഏതാണ്ട് വലിയൊരു ലോകാപരാധം ചെയ്തു എന്ന് പറയുന്ന പോലുള്ള ആരും ഇവിടെ ഇങ്ങനെ പെരുമാറിയിട്ടില്ലെന്ന് തോന്നുന്നു. ഇത് കണ്ടു കഴിഞ്ഞാൽ മോശമായിട്ട് ആരും പെരുമാറിയിട്ടില്ലേ? അദ്ദേഹം ചീത്തയൊന്നും പറഞ്ഞില്ലല്ലോ. അദ്ദേഹം പറഞ്ഞത് എന്തിനാണ് നിങ്ങൾ എന്നെ ഇങ്ങനെ മുട്ടിമുട്ടി നടക്കുന്ന, ഇച്ചിരി മാറിപ്പോന്നല്ലേ പറഞ്ഞു വിടുന്നു. അതിനാണല്ലോ ഇപ്പൊ ഈ വലിയ പ്രശ്നം മുഴുവൻ കാണിക്കുന്നത്. ശരി, വ്യക്തമാണ്. ഏതായാലും താങ്കളുടെ അഭിപ്രായം കൃത്യമാണ്. അപ്പോൾ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം നമുക്ക് സംസാരിക്കാൻ കഴിഞ്ഞു, സന്തോഷം. സിറാജുദ്ദീൻ കൊല്ലത്ത് എന്നോടൊപ്പം ചേരുന്നു. സിറാജുദ്ദീൻ, യെസ്. നമ്മൾ സ്ത്രീകളാരും ഒന്നും വിളിക്കുന്നില്ലല്ലോ. ഇന്ന് വനിതാ ദിനമാണ്, ഞായറാഴ്ചയാണ്. ഒരു സ്ത്രീകളൊക്കെ ഇന്ന് വിശ്രമ ദിനമായിട്ട് എടുത്തിരിക്കുകയാണോ? ഓക്കെ, സിറാജുദ്ദീൻ കൊല്ലത്ത് നിന്ന്. ഓക്കെ, അനിയൻകുട്ടൻ ചുരുങ്ങിയ വാക്കുകളിൽ. ശ്രീ അനിയൻകുട്ടൻ. സാറേ, ചുരുങ്ങിയ വാക്കല്ല, ആദ്യമേ നമസ്കാരം. ആദ്യം ഞാൻ നമ്മുടെ ഇന്ത്യയിലെയും നമ്മുടെ കേരളത്തിന്റെയും മലയാളികളായ മഹാനടൻ മമ്മൂക്കായ്ക്ക് ഒരു ബിഗ് സല്യൂട്ട്. എന്തിനാ കൊടുക്കുക? പറഞ്ഞതിനാണോ അത് മാറി നിൽക്കാൻ പറഞ്ഞതിനാണോ? അല്ലല്ല, എന്റെ അഭിപ്രായമല്ലേ, ബിഗ് സല്യൂട്ട്. എന്നറിയോ, അദ്ദേഹവും മമ്മൂക്കായും മോഹൻലാലും ലാലേട്ടനും ഒക്കെ പല മേഖലയിൽ പോകുന്നുണ്ട്. എല്ലാരെയും സഹായിക്കുന്നുണ്ട്. അകമഴിയും സഹായിക്കുന്നുണ്ട്. അവര് അസുഖം കിടക്കുന്നവരെയും, വീടില്ലാത്തവർക്കും, വസ്തുവില്ലാത്തവർക്കും, സ്ഥലമില്ലാത്തവർക്കും, തെരുവ് നടക്കുന്നവരെ എല്ലാവരും സഹായിക്കുന്നുണ്ട്. എന്തിനാണ് ഈ ഇലക്ഷൻ സമയത്ത് അദ്ദേഹത്തിന്റെ പുറകെ ചെല്ലേണ്ടത്? ഇവിടുത്തെ ഒരു ജില്ലാ പ്രസിഡന്റോ ജില്ലാ സെക്രട്ടറിക്കോ ജില്ലാ ജനറൽ സെക്രട്ടറിമാർക്കോ സംസ്ഥാന ജനറൽ അദ്ദേഹത്തിന് പോകുന്ന അത് ആരെങ്കിലും ഇവര് പോകുന്നത് ആരെങ്കിലും ഇവരെ വിളിച്ചുകൊണ്ട് പോകുന്നുണ്ടോ? അപ്പൊ ഇലക്ഷൻ സമയത്ത് ജിമ്മിക്ക് കാണിക്കുക, ഞങ്ങൾ വന്ന ഇതെല്ലാം നടത്തി പോയി അദ്ദേഹം അവഗണിക്കല്ലേ ചെയ്തത്? അദ്ദേഹം പറഞ്ഞ കാര്യം നീ എന്തിനാ എന്റെ പുറകെ നടക്കുന്നത്? അദ്ദേഹം ചോദിച്ചത് ഓക്കെ, വ്യക്തമാണ്. അപ്പോൾ എന്നോട് ഷിജു പറയുന്നത് ഇറ്റ്സ് ഓൾറെഡി എ സോൾവ്ഡ് മാറ്റർ ബട്ട് മീഡിയ സ്റ്റിൽ ഡൂയിങ് ഇറ്റ്സ് പോസ്റ്റ്മോർട്ടം ഫോർ കണ്ടൻസ് എന്നാണ് പറയും. അത് നമ്മൾ അപ്പം എല്ലാം കഴിഞ്ഞിട്ട് പ്രശ്നം കഴിഞ്ഞു. പക്ഷേ ഈ സൈബർ മീഡിയ ഇങ്ങനെയാണോ പ്രതികരിക്കേണ്ടതെന്നൊരു ചോദ്യം അവിടെ അവശേഷിക്കുകയാണല്ലോ. അപ്പോൾ അനഘയെ കാണാനില്ലാത്തതിനെ കുറിച്ച് ഷിജു പറയുന്നുണ്ട്. വിളിക്കുകയായിരിക്കും, ചിലപ്പോൾ വിളിച്ചിട്ട് കിട്ടാത്തതായിരിക്കും. വനിതാ ദിനമൊക്കെ കാര്യമായി ആഘോഷിക്കുന്ന ആളാണ് അനഘ എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ കാരസ്കരത്തിൻ ഗുരു പാലിലിട്ടാൽ കാലാന്തരെ കയ്പ് ശമിപ്പതുണ്ടോ എന്ന് മോഹനൻ എന്നോട് പറയുന്നു. ഓക്കെ, അതും ഇതെന്താണ് ഇതിൻ്റെ ഇത് എനിക്ക് മനസ്സിലായില്ല. മമ്മൂട്ടിക്ക് സ്വതന്ത്ര നിലപാടില്ലേ എന്ന് വേണുഗോപാൽ ചോദിക്കുന്നു. അപ്പോൾ എന്നോടൊപ്പം DRMP മണി പറയുന്നുണ്ട്, ഒരു ജീവിയിലും വൈരാഗ്യം പാടില്ല, മൈത്രി ഉണ്ടാകണം, അതിമോഹവും അഹങ്കാരവും ഉണ്ടാകരുത്, കൂടുതൽ സന്തോഷവും അമിതമായ ദുഃഖവും ഉണ്ടാകരുത്, ക്ഷമയുണ്ടായിരിക്കണം എന്ന് ശ്രീമദ് ഭഗവത്ഗീത പിന്നെ ഉപദേശിക്കുന്നു. അത് മമ്മൂട്ടിക്കാണോ അതോ ഇനി നമ്മുടെ സെക്രട്ടറി ആണോ എന്നറിയില്ല. ഏതായാലും DRMP മണി ഇതാണ് പറയുന്നത്. അപ്പോൾ ജോസഫ് വർഗീസ് പറയുന്നു, ഇപ്പോഴെല്ലാവർക്കും മനസ്സിലായി സൈബർ അറ്റാക്ക് ചെയ്യുന്നവർ ആരാണെന്ന് മനസ്സിലാക്കി. ബേബി എന്നോട് പറയുന്നു, മമ്മൂട്ടി അങ്ങ് സിനിമയിൽ മതി, നിങ്ങൾ അവയുടെ ലക്ഷ്യത്തിലൊരുവൻ അഹങ്കാരം വീട്ടിൽ വെച്ചിരുന്നാൽ മതി എന്നാണ് ബേബി പറയുന്നത്. ഓക്കെ, അജിത് കുമാർ മാറോളി എന്നോട് പറയുന്നു, സൈബർ ആക്രമണമല്ല, അവരുടെ അഭിപ്രായങ്ങൾ പ്രകടിപ്പിച്ചു എന്നത് മാത്രം, മമ്മൂട്ടി മാറിപ്പോകാൻ പറയരുതായിരുന്നു, പറയണമെന്നുണ്ടെങ്കിൽ സ്വകാര്യമായി പറയാമായിരുന്നു എന്ന് അജിത് കുമാർ പറയുന്നു. പ്രീതി എന്നോട് പറയുന്നു,
മമ്മൂട്ടി പൊതുവെ ഇങ്ങനെ എല്ലാവരോടും ഇങ്ങനെയാണ് എന്ന് എന്നോട് പ്രീതി തെക്കേടത്ത് പറയുന്നു. അപ്പോൾ ജയകുമാർ ഓർമ്മിപ്പിക്കുന്നു ബിനോയ് സഖാവ് അല്ല, അദ്ദേഹം കോൺഗ്രസ്സുകാരനാണെന്ന് ശശിധരൻ പിള്ളയെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ധർമ്മൻ അച്യുതൻ പറയുന്നു, നമുക്കൊപ്പം ചേർന്നിട്ടുണ്ട്. അപ്പോൾ ധർമ്മൻ അച്യുതന് കാര്യങ്ങളൊന്നും മനസ്സിലായിട്ടില്ല. അപ്പോൾ രാഹുൽ മാക്കൂട്ടത്തിലേക്ക് ഫേസ്ബുക്ക് പോസ്റ്റ് വരുന്നുണ്ട്. നടൻ മമ്മൂട്ടിക്ക് നേരെ നേരിടുന്ന സൈബർ ആക്രമണത്തിൽ നടന് പിന്തുണയായിട്ടാണ് രാഹുൽ മാക്കൂട്ടത്തിൽ എത്തിയിരിക്കുന്നത്. അഭിനയ മികവ് കൊണ്ട് ഇന്ത്യക്കാർക്ക് തന്നെ മാതൃകയായ മമ്മൂട്ടി ഇത്തരത്തിൽ വളഞ്ഞിട്ട് ആക്രമിക്കുന്നത് ശരിയല്ല എന്നൊക്കെയാണ് രാഹുൽ മാക്കൂട്ടത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. CPM ജില്ലാ സെക്രട്ടറി സ്വന്തം PR പ്രവർത്തനത്തിന് വേണ്ടിയാണ് മമ്മൂട്ടിയെ ഉപയോഗിക്കാൻ ശ്രമിച്ചത് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ കടക്ക് പുറത്ത് എന്ന് പറയുന്നതിന് പകരം കുറേ കൂടി സൗമ്യമായ വാക്കാണ് ഉപയോഗിച്ചത് എന്നൊക്കെയാണ് രാഹുൽ മാക്കൂട്ടത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ നിന്ന് വ്യക്തമാകുന്നത്. അപ്പോൾ ഗോപകുമാർ പാലക്കാട് എന്നോടൊപ്പം ചേരുകയാണ്. ശ്രീ ഗോപകുമാർ, പാലക്കാടിലൊക്കെ തെരഞ്ഞെടുപ്പ് പ്രചരണമൊക്കെ ചൂട് പിടിക്കുകയാണ്. ഗോപകുമാർ പക്ഷേ ചെറുപ്പളശ്ശേരിക്കാരനാണ്. ശ്രീ ഗോപകുമാർ, ചുരുങ്ങിയ വാക്കുകളിൽ. നമസ്കാരം. ഒരു മിനിറ്റ് സമയം തന്നെ. ഈ ഞാനിപ്പോ അനിയൻ കുഞ്ഞ് നമ്മളെ ഇവിടുന്ന് വിളിച്ചിട്ടുണ്ട്, തിരുവനന്തപുരത്ത് പത്തനംതിട്ട വിളിച്ചിട്ടുണ്ട് അനിയൻ കുഞ്ഞിന് ഞാൻ ബിഗ് സല്യൂട്ട് കൊടുക്കുന്നുണ്ട്. ഫസ്റ്റ് ആദ്യമായിട്ട് പറയാൻ ഒരാള് മമ്മൂട്ടിയെ പറ്റിയിട്ട് ഒരു അഭിപ്രായം പറഞ്ഞ അനിയൻ കുഞ്ഞാണ് പത്തനംതിട്ടന്ന്. ഞാനത് എന്റെ മനസ്സിൽ പ്ലാൻ ചെയ്താണ്, ഇടയ്ക്ക് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ മമ്മൂട്ടിക്ക് ഒരു ബിഗ് സല്യൂട്ട് എന്ന് പറയണമെന്നുള്ള ഞാൻ മനസ്സിൽ കണക്കാക്കിയിട്ട് അനിയൻ കുഞ്ഞ് ആദ്യം മുന്നിൽ പറഞ്ഞു. അതുകൊണ്ട് ഞാൻ അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിനോട് യോജിക്കുകയാണ്. സാംസ്കാരിക കേരളം കാണട്ടെ, പേര് മറന്നുപോയി, മനുജി സാംസ്കാരിക കേരളം. എന്താ അല്ല ശ്രീ ഗോപകുമാർ എന്റെ പേരാണോ മറന്നുപോയത്? പെട്ടെന്ന് മറന്നുപോയി. ഞാൻ വിചാരിച്ചു എന്നെ ഏറ്റവും ഇഷ്ടമുള്ള ഒരാളാണ് ശ്രീ ഗോപകുമാർ. അപ്പൊ എന്റെ പേര് പോലും ഓർമ്മയില്ലല്ലേ? ഇല്ലല്ല, മറന്നു. മനുജി വൈഫ പറഞ്ഞു മനുവാണെന്ന്. ഞാൻ തമാശ പറഞ്ഞ കേട്ടോ. എനിക്ക് ശ്രീ ഗോപകുമാർ, എനിക്കിത് എപ്പോഴും സംഭവിക്കാറുള്ള ഒരു കാര്യമാണ്. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ആളുകളുടെ പലരുടെയും പേര് ചിലപ്പോൾ പെട്ടെന്ന് മനസ്സിലേക്ക് വരില്ല. അങ്ങനെ ഒരു തവണ മറ്റൊരു സുഹൃത്തുമായി സംസാരിച്ചപ്പോൾ എനിക്ക് എൻ്റെ ഭാര്യയുടെ പേര് പെട്ടെന്ന് മറന്നുപോയി. അപ്പം ഞാനിങ്ങനെ സംസാരത്തിൻ്റെ ഇടയിൽ ഇതെൻ്റെ ഭാര്യ, പിന്നെ നിൻ്റെ പേരെന്താണെന്ന് ചോദിക്കുന്ന ഒരു ടോണുണ്ടായി. അപ്പോൾ അത് വലിയ കലാപമായി. അപ്പോൾ അന്ന് പറഞ്ഞതുപോലെയാണ്. ഇപ്പം ചില ആളുകൾ നമുക്കിങ്ങനെ ചില സമയത്ത് എല്ലാം ഓർമ്മയിൽ പെട്ടെന്ന് കിട്ടിക്കൊള്ളുന്നില്ല. കുഴപ്പമില്ല, ഞാൻ തമാശയായിട്ട് പറഞ്ഞ. ഓക്കെ. ഞാൻ പ്രത്യേകിച്ചും മനുജി, ഞാൻ മോഹൻലാലിന്റെ ആരാധകനാണ്. ചെറിയ വയസ്സിൽ തൊട്ട് മോഹൻലാലിന്റെ ആരാധകനാണ്, മമ്മൂട്ടി ആരാധകനാണെന്ന് വിചാരിക്കണ്ട. മമ്മൂട്ടി എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. സാംസ്കാരിക കേരളത്തിന് വേണ്ടിയിട്ട്, ഇന്ത്യ മഹാരാജ്യത്തിന് വേണ്ടി ഒരുപാട് ചെയ്തിട്ടുള്ള ആൾ തന്നെ. അതുകൊണ്ട് അദ്ദേഹത്തിന് ഈ CPM ജില്ലാ സെക്രട്ടറി പറഞ്ഞ 2 കൊമ്പുണ്ട് അദ്ദേഹത്തിന് മാത്രം. 2 കൊമ്പുള്ള ആളാണോ ജില്ലാ? CPM പരിപാടി അല്ലല്ലോ ഇത്. CPM ഓർഗനൈസ്ഡ് പ്രോഗ്രാം അല്ലാന്ന് തന്നെയാണ് മമ്മൂട്ടി പറഞ്ഞത്. അതിൽ എന്താ തെറ്റ്? 773 കോടി രൂപ ജനങ്ങളുടെ അടുത്ത് പിരിച്ചെടുത്ത പണം, ആ പണത്തിലിരുന്ന് 150-200 കോടി ചെലവാക്കിയിട്ടുള്ള ഒരു ടൗൺഷിപ്പാണത്. CPM പിണറായി വിജയന്റെ വീട്ടിൽ നിന്ന്. പക്ഷെ അത് ഈ മനുഷ്യർ ഇവിടെ അപകടത്തിൽപ്പെട്ടപ്പോൾ ഓടിയെടുത്തവർ, അത് ഇങ്ങനെ സാധ്യമാക്കാൻ വേണ്ടി അഹോരാത്രം പണിയെടുത്തവർ, അവര് നമുക്ക് അങ്ങനെ ഒന്നിനും പറ്റാത്തവർ എന്ന രീതിയിൽ പറയാൻ പറ്റുമോ ശ്രീ ഗോപകുമാർ? അങ്ങനെ രാഷ്ട്രീയമായൊക്കെ വേറെ ചേരിയിലായിരിക്കാം. രാഷ്ട്രീയ പാർട്ടീനെ ഒന്നും പറയണമെന്ന് വിചാരിച്ചല്ല. പക്ഷെ ഇവിടെ ബിനോയ് കൊല്ലം പറഞ്ഞതൊക്കെ കേൾക്കുമ്പോ നമുക്കത് പറഞ്ഞു പോകാണ്ടിരിക്കാൻ കഴിയില്ല. ബിനോയ് കൊല്ലം കോൺഗ്രസ്സുകാരനാണെന്ന് വേറെ ആൾ ശശിധരൻ സാർ പറയുന്നുണ്ട്. ബിനോയ് കൊല്ലം എന്ന് പറഞ്ഞത് ആള് എന്നെ കോൺഗ്രസിന്റെ ഒരു സമ്പന്നനായ നേതാവ് കൂടിയാണ്. യൂത്ത് കോൺഗ്രസിന്റെ, വ്യാപാരി കോൺഗ്രസിന്റെ ഒക്കെ നേതാവാണ്. ഓക്കെ. അല്ലെങ്കിൽ DYFIക്കാരനാണെങ്കിലും കൂടിയിട്ട് എന്താണെന്ന് വെച്ചാൽ മമ്മൂട്ടി പറഞ്ഞതിൽ എന്താണ് തെറ്റ്? ആള് കാറിലിരുന്ന് പറയണ്ടല്ലോ, പത്രക്കാർ ചോദിച്ചപ്പോ കാറിലിരുന്ന് പറയുന്നുണ്ടല്ലോ, ജനങ്ങളുടെ പൈസയാണ്, ജനങ്ങളുടെ പദ്ധതിയാണെന്ന് പറയുന്നുണ്ടല്ലോ. അതന്നെയല്ലേ ശരി? നമ്മുടെ സാംസ്കാരിക മന്ത്രി സജി ചെറിയാൻ ഉള്ളിടത്തോളം കാലം, സജി ചെറിയാൻ അല്ലേ സാംസ്കാരിക മന്ത്രി? അദ്ദേഹം കേൾക്കട്ടെ, അദ്ദേഹത്തിന് അഭിപ്രായം പുറത്തു പറയട്ടെ. ഇത് ശരിയായോ എന്നുള്ളത് അദ്ദേഹം പറയട്ടെ. ശരി, ഓക്കെ. അപ്പൊ വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. സമയം ഇങ്ങനെ അതിക്രമിക്കുന്നതുകൊണ്ടാണ്. അപ്പൊ എന്നോടൊപ്പം ഹരി കണ്ണൂരിൽ നിന്ന് ചേരുന്നത്. ഹരി. സാറേ, ഇത് വിവാദങ്ങൾ ഉണ്ടാക്കേണ്ട ഒരു ആവശ്യമില്ല. രണ്ടാളിങ്ങനെ പ്രശ്നമില്ലാന്ന് പിന്നെ മമ്മൂക്കയും പിന്നെ റഫീഖ് ഒന്നായിട്ട് പോട്ടെ എന്നാണ് താങ്കൾ ആഗ്രഹിക്കുന്നത്. ഹരി, കണ്ണൂർ എവിടെ, വീട് എവിടെ? വലിച്ചഴിക്കുമെന്ന് ഒരു കാര്യമില്ല എന്നെ കൊണ്ടുവന്നു ജനങ്ങൾക്ക്. അത് രണ്ടാളും ഇതൊന്നും പ്രശ്നമില്ല. നിങ്ങൾ എന്തെങ്കിലും ശരി, ഞാൻ ചോദിച്ചത് ഹരിയുടെ വീട് എവിടെയാ? കണ്ണൂരിൽ തന്നെ, പറശ്ശിനിക്കടവിനടുത്ത മയിൽ. എവിടെയാ? പയ്യഴിയോ? പറശ്ശിനിക്കടവിനടുത്ത് മയിൽ. മയിൽ വളരെ പ്രശസ്തമായ സ്ഥലമാണ്, പറശ്ശിനിക്കടവിനടുത്താണ് അല്ലേ? ഓക്കെ. അപ്പം ശ്രീ മുത്തപ്പൻ ക്ഷേത്രമൊക്കെ അവിടെ ആവശ്യമില്ല. ജനങ്ങൾക്ക് വേറെ എന്തെങ്കിലും നീറുന്ന പ്രശ്നങ്ങളുണ്ട്. അവർ രണ്ടാളും പറഞ്ഞ് പിന്നെ പ്രശ്നമില്ലാന്ന് പറഞ്ഞു. പിന്നെ എന്തിനാ ബാക്കിയുള്ളവർക്ക് പ്രശ്നം? ശരി, ഓക്കെ. വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. അപ്പൊ രാധാകൃഷ്ണൻ വൈറ്റിലയിൽ നിന്ന് എന്നോടൊപ്പം ചേരുന്നു. ശ്രീ രാധാകൃഷ്ണൻ, ചുരുങ്ങിയ വാക്കുകളിൽ. നമസ്കാരം. ഈ പൊതുപ്രവർത്തകർ എന്ന് പറയുമ്പോൾ അവർ എപ്പോഴും ജനങ്ങളുടെ ഒരു ആവശ്യം എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഓടി വരുന്ന ആളുകളാണ്. പക്ഷെ അതുപോലെയല്ല ഇപ്പൊ സിനിമാ നടന്മാരെന്നൊക്കെ പറഞ്ഞ് ഇപ്പൊ മാധ്യമവും മീഡിയ ഒക്കെ കാണുമ്പോഴത്തേക്കാണ് ഇവർക്ക് ജനങ്ങളോട് സ്നേഹവും ഇതൊക്കെ തോന്നാറുള്ളൂ.
അല്ലെങ്കിൽ ഇവർക്ക് പുച്ഛമാണ് ജനങ്ങളെ കാണുമ്പോൾ തന്നെ. പ്രത്യേകിച്ച് മമ്മൂട്ടി എന്ന് പറഞ്ഞൊരു നടൻ എന്നുള്ള രീതിയിൽ മമ്മൂട്ടി വളരെ സൂപ്പറാണ്. പക്ഷെ മമ്മൂട്ടി എന്നുള്ള ഒരു വ്യക്തി എന്നുള്ള ഇതിൽ വെറും ഇതാണ്. കാരണം പുള്ളി ഇത്രയും താഴ്ന്ന ഒരു മനുഷ്യൻ ഉണ്ടാവൂല. കാരണം അതുപോലത്തെ പെരുമാറ്റമൊക്കെ പുള്ളിയുടെ ഞാൻ ഇന്നാള് പറഞ്ഞ പുള്ളിയുടെ വീട്ടിൽ നിന്ന് തന്നെ കക്കൂസ് മാലിന്യം ഒഴുക്കിയിട്ട് ഞങ്ങള് എന്റെ തെളിവ് വരെ ഉണ്ട്, ഒഴുക്കിയിട്ട് ഞങ്ങൾ വന്ന് പ്രതിഷേധിച്ചാണ് അവിടെ. ഞാൻ മീഡിയയിലൊന്നും കൊടുത്തില്ല അത്. അവിടെ അസോസിയേഷൻ റെസിഡൻസ് അസോസിയേഷനിലൊക്കെ ഈ കക്കൂസ് മാലിന്യം കംപ്ലീറ്റ് ചെയ്ത് അതുപോലത്തെ ഇത്ര വൃത്തിയുടെ പരിപാടി ചെയ്യുന്ന വേറെ ആൾക്കാരുണ്ടാവൂല ഈ മമ്മൂട്ടിനെ പോലെ. മറ്റു നടന്മാരൊന്നുമല്ല. നടന്മാര് പൊതുവെ പറയുമ്പോഴത്തേക്കും ജനങ്ങളായിട്ട് വലിയ ബന്ധമുള്ളവരൊന്നുമല്ല. ജനങ്ങള് എല്ലാം ഇവരെ സിനിമ കാണുന്നു, എല്ലാം കാണുന്നതൊക്കെ ശരി തന്നെയാണ്. പക്ഷെ അവർക്ക് മീഡിയ ഒക്കെ വേണം, ജനങ്ങളോട് എന്തോ സ്നേഹമോ സഹതാപമോ തോന്നണമെങ്കിൽ. ശ്രീ രാധാകൃഷ്ണൻ വൈദ്യര് മമ്മൂട്ടിക്ക് സമീപത്താണ് താമസിക്കുന്നത് അല്ലേ? അതെ 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 അതെ. നല്ല അയൽക്കാരനല്ല മമ്മൂട്ടി എന്നാണ് അങ്ങേക്ക് പറയാനുള്ളത്? അല്ലല്ല, നല്ല അയൽക്കാരനൊന്നുമല്ല. കാരണം ജനങ്ങളായിട്ടൊന്നും വലിയൊന്നുള്ള ആളല്ല. അവിടെ റെസിഡൻസ് അസോസിയേഷനിൽ വന്ന് ഈ കക്കൂസ് മാലിന്യം ഇത് ചെയ്തു കംപ്ലീറ്റ് കയറി. എന്നിട്ട് ഞാൻ അതിന്റെ ഒരുപക്ഷെ ഈ മമ്മൂട്ടി അറിയാതെ സംഭവിച്ചതാണ്. കാരണം അതൊക്കെ മമ്മൂട്ടി അറിയാണ്ടല്ലോ. അവിടെ പുറമ്പോക്ക് തന്നെ കൈകയറി വലിയൊരു ഏരിയയിലല്ലേ വീട് വെച്ചേക്കണം. പുറമ്പോക്ക് കൈകയറി എന്നുള്ള എല്ലാവർക്കും അറിയാവുന്നല്ലേ, പത്രത്തിൽ വരെ വന്നതല്ലേ. എന്നിട്ടല്ലേ വലിയൊരു വീടൊക്കെ വെച്ചേക്കണം. എന്നിട്ട് അതിന്റെ ഉള്ളിലാണ് പുള്ളിക്ക്. നമ്മൾ ഈ സാധാരണക്കാർക്ക് വേണമെങ്കിൽ അത് ചെയ്യാം. പക്ഷെ ഇത്ര സൗകര്യവും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു സ്ഥലത്ത് നിന്ന് ചെയ്യണമെന്ന് പറഞ്ഞാല് വളരെ മോശമാണത്. മമ്മൂട്ടി പുറമ്പോക്ക് കയറുന്നത് ഇതൊക്കെ ഞാൻ ആദ്യമായിട്ട് കേട്ടോ. അതൊക്കെ ഒന്ന് അന്വേഷിച്ചു നോക്കിയോ. ആണോ? പിന്നെ എനിക്ക് അത്ര പെട്ടെന്ന് വിശ്വസിക്കാൻ വീട് വെച്ച് അവിടെ പുഴയുടെ സൈഡാണ് എടുത്തേക്കണതൊക്കെ. അതെ. പിന്നെ അപ്പൊ നമ്മള് ഇങ്ങനെ പൊക്കി പിടിക്കും. പക്ഷെ ഇതിനകത്തൊക്കെ അവരുടേതായ ചില കാര്യങ്ങളൊക്കെ ഉണ്ട്. ജനങ്ങള് ഞാൻ പറഞ്ഞ മാധ്യമവും മീഡിയ ഒക്കെ കാണുമ്പോ ഇല്ലെങ്കിൽ 10 ആളെ ഒന്നിച്ചൊക്കെ കാണുമ്പോഴത്തേക്കും മാത്രമേ ഉള്ളൂ ഈ ജനങ്ങളായിട്ടുള്ളത്. അല്ലാതെ വന്നു കഴിഞ്ഞാല് പുച്ഛമാണ് ജനങ്ങളെ. കാരണം ഇത്രക്ക് വൃത്തികെട്ട രീതിയിൽ ഒരു പെരുമാറുന്ന വേറെ നടനുണ്ടാവൂല വ്യക്തി എന്നുള്ള രീതിയിൽ. ഓക്കെ, ഏതായാലും അത് മമ്മൂട്ടിയുടെ അയൽക്കാർക്ക് അദ്ദേഹത്തെ പറ്റി. പക്ഷെ മമ്മൂട്ടി, ഞാൻ അറിയുന്ന ഒരു മമ്മൂട്ടി ഒരുപാട് ആളുകളെ ആരോഗ്യ പ്രശ്നമൊക്കെ വരുമ്പോൾ സഹായിക്കുന്ന ഒരാളാണ്. എല്ലാവരും അങ്ങനെയാണ് നമ്മൾ കാണുന്നതും ചെയ്യുന്നത്. കാരണം നമ്മളാരും ചെറുതായിട്ട് കാണാനില്ല, എല്ലാം വലുതായിട്ടും എല്ലാം നല്ല രീതിയിലേക്ക് കാണണം. പക്ഷെ അവരുടെയൊക്കെ എന്തെങ്കിലും കാര്യത്തിന് അടുക്കുമ്പോഴും ഇത് ചെയ്യുമ്പോഴൊക്കെയാണ് ആ വിഷയങ്ങളൊക്കെ അറിയാൻ പറ്റുള്ളൂ. ഇങ്ങനെയാണ് അത് നാട്ടില്, അതായത് നാട്ടിലൊക്കെ അന്വേഷിക്കുമ്പോ അറിയാൻ പറ്റും. ഇത്രയും ഒരു അസോസിയേഷനിൽ വിഷയം ഉണ്ടാകുമ്പോ അറിയാമല്ലോ എങ്ങനെയായിരിക്കും എന്നുള്ളത്. ഇതൊരു സർക്കാരിന് വേണ്ടിയൊക്കെ മറ്റേ കേരളം മുക്തമാക്കാൻ അതിനൊക്കെ ഇറങ്ങി നടക്കും. മാലിന്യ മുക്തമാണ് കേരളം എന്നൊക്കെ കൊണ്ട് ഇറങ്ങി നടക്കും. എന്നിട്ട് കാണിക്കുന്നത് ഇത് തന്നെയാണ്, ഇതുപോലത്തെ പരിപാടികളാ. ശരി, വ്യക്തമാണ് അങ്ങയുടെ അഭിപ്രായം, വ്യക്തമാണ്. അപ്പോൾ ജോസഫ് വർഗീസ് പറയുന്നത് മമ്മൂട്ടി ഇപ്പോൾ ഒരു രോഗത്തിൽ നിന്നൊക്കെ മുക്തി നേടി വന്നിരിക്കുകയാണ്. അപ്പോൾ ആളുകൾ അദ്ദേഹത്തോട് കുറച്ച് അകലം വെക്കുന്നത് വെച്ചാൽ ഇൻഫെക്ഷൻ വരാതിരിക്കാൻ നല്ലത് എന്ന അർത്ഥത്തിലായിരിക്കും പറയുന്നതെന്നാണ് ജോസഫ് വർഗീസിൻ്റെ പറയില്ല. അപ്പോൾ പക്ഷേ FS ഇൻ്റർനാഷണൽ എന്നോട് പറയുന്നത് അഹങ്കാരമാണെന്ന് പറയുന്നു. വെറുതെ മമ്മൂട്ടിയെ വെച്ച് CPM മുതലെടുക്കുന്നത് എന്തിനാണെന്ന് സുരേന്ദ്രൻ നായർ എന്നോട് ചോദിക്കുന്നു. വേണുഗോപാൽ കഴിഞ്ഞു, യുദ്ധമൊക്കെ കഴിഞ്ഞല്ലേ എന്ന്. യുദ്ധം കഴിഞ്ഞിട്ടില്ല. പക്ഷേ ഞാനിന്ന് നമുക്ക് എല്ലാ ദിവസവും അതിൻ്റെ വാർത്തകളൊക്കെ നമ്മൾ നൽകുന്നുണ്ട്. യുദ്ധത്തിൻ്റെ ഭീതിയൊക്കെ അവിടെ കണ്ടില്ലേ, സ്കൂൾ കുട്ടികൾ മരിച്ചതിൻ്റെ ഇടയിലൊക്കെ അവിടെ ജനക്കൂട്ടം വന്ന് കരയുന്നതും ദുഃഖമൊക്കെ. അപ്പോൾ യുദ്ധം അവസാനിക്കണം, യുദ്ധം കഴിയണം. പക്ഷേ വേണുഗോപാൽ അത് കഴിഞ്ഞിട്ടില്ല. ഇതൊരു ഉൾപാർട്ടി പ്രശ്നമാണ്. സഖാവ് മമ്മൂട്ടി അത് പറഞ്ഞു തീർത്തു എന്ന് കേൾക്കുന്നു ഗ്ലാഡിയേറ്റർ പറഞ്ഞു. അവർ തമ്മിൽ ചർച്ച ചെയ്തു എന്നത് ശരിയാണ് ഗ്ലാഡിയേറ്റർ. അത് കഴിഞ്ഞ് റഫീഖ് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടു. അദ്ദേഹം പറയുന്ന മലയാളത്തിൻ്റെ മഹാനടൻ മുണ്ടക്കൈ ചൂരൽമല ബാധിതർക്കായി ഒരിക്കൽ ടൗൺഷിപ്പിലെത്തിയത് എല്ലാവർക്കും സന്തോഷമുള്ള കാര്യമാണ് എന്നൊക്കെ പറയുന്നു. ഒപ്പം ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിട്ടുണ്ടെന്ന് മമ്മൂട്ടിയെ നേരിൽ വിളിച്ചു, കാര്യങ്ങൾ വ്യക്തമാക്കി. ടൗൺഷിപ്പ് സന്ദർശനത്തിന് മമ്മൂട്ടി എന്നോട് വളരെ വ്യക്തിപരമായി പറഞ്ഞ ഒരു കൺസേൺ ആണ്. അത് അപമാനമെന്ന നിലയിൽ ചില മാധ്യമങ്ങളും ചില വലത് സൈബർ കേന്ദ്രങ്ങളും പ്രചരിപ്പിച്ചു. ഈ വിഷയമെന്ന നിലയിൽ വഷളായി. വിഷയം വൈകാരികമായി മുറിപ്പെട്ട് പ്രതികരിച്ചവരോടെല്ലാം അവരുടെ ഉദ്ദേശശുദ്ധിയെ മാനിക്കുന്നു. എന്നാൽ ഒരു സർക്കാരിൻ്റെ ഇച്ഛാശക്തിയിലും മാനവീയതയിലും സഹജീവി സ്നേഹത്തിലും പടുത്തുയർത്ത ലോകത്തെ മുഴുവൻ മാതൃകയാവുന്ന ഈ ഇടപെടലിൻ്റെ തിളക്കം കുറയ്ക്കുന്ന നിലയിൽ ഈ വിവാദങ്ങൾ വളരരുത് എന്ന് എല്ലാവരോടും അഭ്യർത്ഥിക്കുന്നു എന്നാണ് റഫീഖ് തൻ്റെ ഫേസ്ബുക്കിൽ കുറിക്കുന്നത്. നല്ല വാക്കുകളാണ് കേട്ടോ. ഓക്കെ, റഫീഖിന് അത് കേൾക്കുമ്പോൾ തന്നെ ഒരു സന്തോഷം തോന്നും. യുദ്ധമൊക്കെ കഴിഞ്ഞു എന്ന് പറയുന്നത്. അപ്പോൾ അരുന്ധതി കോലംപറമ്പത്ത് നമ്മുടെ സ്ഥിരം പ്രേക്ഷകനാണ്, എന്നോടൊപ്പം ചേർന്നിട്ടുണ്ട്. അരുന്ധതി കോലംപറമ്പത്ത്, ഹായ് മനു, നമസ്കാരം, സുഖമല്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. സുഖമായിരിക്കുന്നു. അപ്പോൾ ഷിജു എന്നോട് പറയുന്നത് കിരൺ ബാബു പല കമൻറ്റുകളും വായിക്കാറില്ല. ഞാൻ പറയാം, അദ്ദേഹം വായിക്കും, കുഴപ്പമൊന്നുമില്ല. അൻസിഫ് ഫിഷ് എന്നോട് പറയുന്നത് ഇതൊക്കെ അറിയുന്നത് കൊണ്ടാണ് മോഹൻലാൽ പിണറായിയുടെ അഭിമുഖം വളരെ വിനീതമായി ഇടപെട്ടത് എന്ന് പറയുന്നു. ഈ ടൗൺഷിപ്പ് എന്തുകൊണ്ട് ഒരു കമ്പനിക്ക്
മമ്മൂട്ടിക്ക് കൊടുക്കുന്നു, 2-3 കമ്പനികൾ കൊടുത്തിരുന്നെങ്കിൽ ഇപ്പോൾ എത്രയോ വീടുകൾ പണിതീർത്ത് ജനങ്ങൾക്ക് കൈമാറാമായിരുന്നു എന്ന് പറയുന്നു. സദാശിവൻ നായർ എന്നോടൊപ്പം ചേർന്ന് മിസ്റ്റർ മനു, 78 വയസ്സായ ഞാൻ, 76 വയസ്സായ എൻ്റെ ഭാര്യയും ഒരുമിച്ചിരുന്നാണ് പൊതുവേദി കാണാറുള്ളത്. ഇന്ന് ഞങ്ങളുടെ രണ്ടുപേരുടെയും പോസ്റ്റുകൾ വായിച്ചു. നന്ദി, ഞങ്ങൾ പെൻഷനേഴ്സാണ്, പേരുകൾ എസിൽ തുടങ്ങും എന്നാണ് പറയുന്നത്. ഓഹോ, അപ്പോൾ സദാശിവൻ നായർക്കും അദ്ദേഹത്തിൻ്റെ ധർമ്മപത്നിക്കും എല്ലാവിധ ആശംസകളും ഞാൻ നേരുകയാണ്. ഇന്നൊരു വിമൻസ് ഡേ ഒക്കെ ആയതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്ക് ഒരു പ്രത്യേക ആശംസയും നേർന്നേക്കാം. അപ്പോൾ സദാശിവൻ നായരും അദ്ദേഹത്തിൻ്റെ ഭാര്യയും ഒരുമിച്ചിരുന്ന് പൊതുവേദി കാണുന്നു. അങ്ങനെ നിങ്ങൾ കുടുംബത്തോടുകൂടി ഒരുമിച്ചിരുന്ന് പൊതുവേദി കാണുന്നു എന്ന് പറയുമ്പോൾ ശ്രീ സദാശിവൻ നായർ അത് വലിയ സന്തോഷം തോന്നുന്ന ഒരു കാര്യമാണ്. അത് കമൻറ്റിട്ട് എന്നെ അറിയിക്കുമ്പോൾ എനിക്ക് അതിനേക്കാൾ സന്തോഷമാണ്. സെബാസ്റ്റ്യൻ CA പറയുന്നത് സംഘി കൊങ്ങികൾക്കൊക്കെ ക്രെഡിറ്റ് എടുക്കേണ്ട സെലിബ്രിറ്റി സെൻസിറ്റിവിറ്റി വേണം എന്ന് പറയുന്നു. എത്രയോ മനുഷ്യർ സമൂഹത്തിൽ അപമാനിച്ചിട്ടുണ്ട് പിണറായി എന്ന് ആൻസി ഫിഷ് എന്നോട് പറയുന്നു. നൗഷാദ് കട്ടപ്പന വനിതാ ദിന ആശംസകൾ എല്ലാം നമ്മുടെ പ്രേക്ഷകർക്കൊക്കെ നേരുന്നുണ്ട്. അപ്പോൾ എൻ്റെയും ആശംസകൾ. രാജശേഖരൻ മമ്മൂട്ടിക്കൊപ്പമാണെന്ന് പറയുന്നു. അയൽക്കാരൻ പറയുന്നത് കേൾക്കൂ, നന്നായി, ഇവരൊക്കെ ഇത്രയേ ഉള്ളൂ എന്ന് മൊൻസ കേക്ക് എന്നോട് പറയുന്നു. മുരളീധരൻ നായർ എൻ്റെ സ്ഥിരം നമ്മുടെ പ്രേക്ഷകനാണ്, എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ആളാണ്. നമസ്തേ എന്നൊക്കെ പറഞ്ഞ് ഇന്ന് നമുക്കൊപ്പം ഉണ്ട്. ഇടയ്ക്കുന്ന് കഴിഞ്ഞ ദിവസം എന്നോട് ചില പരിഭവങ്ങളൊക്കെ പറഞ്ഞ് ഞാനതൊക്കെ ചർച്ച ചെയ്യാം. മുരളീധരൻ നായർ നമുക്കൊപ്പം ഉണ്ടല്ലോ. ഓക്കെ, അപ്പോൾ മാസ്റ്റർ മുഹമ്മദ്, ഒരു സെലിബ്രിറ്റി വന്നാൽ ആ നാട്ടിലെ എല്ലാ പ്രശ്നത്തിലും ജനങ്ങളുടെ ഒപ്പം നിൽക്കുന്ന ഒരു പൊതുപ്രവർത്തകൻ ഒന്നിച്ചു പോകുന്നു. അത് പോയില്ലെങ്കിലാണ് പറയേണ്ടതെന്ന് പറയുന്നു. ഗോപകുമാർ പറയുന്നതാണ് പോയിന്റ് എന്ന് വേണുഗോപാൽ പറയുന്നുണ്ട്. അങ്ങനെ കമൻറ്റുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. റിതോഷ് തലശ്ശേരി എന്നാണ് വിളിക്കുന്നത്. റിതോഷേ കേൾക്കാമോ? ഓക്കെ, വിജയൻ കൊല്ലം. ശ്രീ വിജയൻ, ചുരുങ്ങിയ വാക്കുകൾ, നമുക്ക് സമയം ഇങ്ങനെ അതിക്രമിക്കുന്നതുകൊണ്ടാണ്. ശ്രീ വിജയൻ. നമുക്ക് ഈ മമ്മൂട്ടി നമുക്ക് ഏറ്റവും വലിയ ഇഷ്ടപ്പെട്ട നടനാണ്, എല്ലാം ശരിയാണ്. പക്ഷേ ഒരു പൊതുവേദിയിൽ ഒരു ഔചിത്യമുണ്ട്. കാരണം പുള്ളിക്ക് ചിലപ്പം പറയാതിരിക്കാൻ, പുള്ളി ഒരു ഈ പാർട്ടിയുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചടങ്ങിനല്ല വന്നത്. പൊതുജനങ്ങളെ ബോധ്യപ്പെടുത്തേണ്ട ഒരു കടമ പുള്ളിക്കുണ്ട്. ഏതായാലും പക്ഷേ CPM വയനാട് ജില്ലാ സെക്രട്ടറി കെ റഫീഖിനെ ഫോണിൽ വിളിച്ചു സംസാരിച്ചു എന്നൊക്കെ മമ്മൂട്ടി പറയുന്നുണ്ട്. റഫീഖിനോട് മാറി നിൽക്കാൻ ആവശ്യപ്പെട്ടത് വിവാദമായ പശ്ചാത്തലത്തിൽ അപമാനിക്കാൻ ഉദ്ദേശിച്ചിരുന്നില്ല എന്ന് പറയുന്നു. ഇത്ര വിവാദമാകില്ല എന്നും മമ്മൂട്ടി പറയുന്നുണ്ട്. ഓക്കെ, അതെല്ലാം ഇപ്പൊ അപ്സെറ്റ് ചെയ്യുന്നു. പക്ഷേ പുള്ളി ആ സമയത്ത് ചെയ്തത് ആ പ്രദേശത്ത് ആ പുള്ളി റിവിക് സവാഗ് മാറി നിന്നതൊക്കെ പ്രകാരം കേരളത്തിലെ ഒരു മനസാക്ഷിയെ ഒരു വല്ലാത്തൊരു ഫീലിങ്സ് ഉണ്ടാക്കുന്ന രീതിയിലാണ് അത് കാണുന്നത്. മമ്മൂട്ടിക്ക് പക്ഷെ അന്നേരത്തെ അദ്ദേഹത്തിന്റെ സംഭവം ക്ലിയർ ചെയ്ത് പോകണമെന്നുള്ള ഉദ്ദേശം മാത്രം കാണത്തുള്ളൂ. പക്ഷെ പൊതുസമൂഹം അങ്ങനെയല്ല കാണുന്നത്. അദ്ദേഹം അത്രയൊരു സെലിബ്രിറ്റി ആയിട്ടിരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ കൂടെ നിൽക്കുന്ന ഒരു മനുഷ്യനെ വെറും ഒരു സാധാരണ മനുഷ്യനായിട്ട് മാത്രം കണ്ടുകൊണ്ട് മാറിയിക്കാനൊക്കെ പറയുമ്പോൾ ശരി, അപ്പോൾ വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. ശ്രീ രാജൻ തൃശ്ശൂരിൽ നിന്ന് എന്നോടൊപ്പം ചേരുന്നു. ശ്രീ രാജൻ, സ്വകാര്യ സന്ദർശനത്തിനാണ് മമ്മൂട്ടി ടൗൺഷിപ്പിലെത്തിയത്. നിർമ്മാതാവ് ആൻഡോ ജോസഫ് ഉണ്ടായിരുന്നു. മമ്മൂട്ടി ടൗൺഷിപ്പ് സന്ദർശിക്കാനായി വരുന്നതിന് തൊട്ട് മുമ്പാണ് അവിടെ നമ്മുടെ CPMന്റെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി MA ബേബി അവിടെ എത്തിയത്. അതുകൊണ്ട് റഫീഖ് ഉൾപ്പെടെയുള്ള നേതാക്കൾ അവിടെ നേരത്തെ ഉണ്ടായിരുന്നു. അപ്പോൾ അവർ മമ്മൂട്ടിയെ കണ്ടു. പക്ഷേ മമ്മൂട്ടി നീരസം പ്രകടിപ്പിച്ചത് ഇപ്പോൾ വിവാദമായി. ഇപ്പോൾ അവർ മാപ്പും പറഞ്ഞു. പക്ഷേ ഈ സാമൂഹ്യ മാധ്യമങ്ങളിൽ നടന്ന ഈ ആക്രമണത്തെ ശ്രീ രാജൻ എങ്ങനെയാണ് കാണുന്നത്? നമസ്കാരം. ഇതിൽ പറയാനുള്ള ഇപ്പോ റഫീഖ് അണ്ണന്റെ ഒക്കെ കൃത്യമായിട്ട് കാര്യങ്ങൾ പറഞ്ഞു. എന്താണ് പെട്ടെന്ന് മമ്മൂട്ടി അത് പറഞ്ഞു പോയി എന്നുള്ളത്, പെട്ടെന്ന് എന്തെങ്കിലും സംഭവിച്ചു പോയിട്ടുണ്ടാവും, അയാളത് മനസ്സിൽ വെച്ച് പറഞ്ഞതല്ല എന്നാണ് നമ്മുടെ ഒരു കാഴ്ചപ്പാട്. ഇപ്പൊ മനു ഇതിൽ പറഞ്ഞത് സഖാവ് മമ്മൂട്ടി എന്നൊരു വാക്ക് നേരത്തെ ഉപയോഗിച്ചു. ഞാനല്ല, ഞാൻ കമന്റ് വായിക്കുക കേട്ടോ. കമന്റ് ഞാൻ വായിച്ചതല്ലേ, എനിക്ക് അല്ല അങ്ങനെ ഒരു വാക്ക് കേട്ട പോലെ തോന്നി. അത് മനു പറഞ്ഞതായിട്ടോ എനിക്ക് തോന്നിയത്. അത് ഗ്ലാഡിയേറ്റർ എന്ന് പറഞ്ഞ ഒരാള് പിന്നെ കമന്റ് ചെയ്ത് ഇട്ടിരിക്കുകയാണ്. കമന്റ് ആയിട്ട് ഇട്ടാ ഞാൻ കമന്റുകൾ വായിക്കുകയാണ്. ഇപ്പൊ എന്തായാലും ഇപ്പൊ ഏതൊരു വിഷയത്തിലും 2, 3, 4 അഭിപ്രായമുള്ള മനുഷ്യരല്ലേ. അപ്പൊ ഇതില് മമ്മൂട്ടി പറഞ്ഞ് ചിലപ്പോ ഒരു പക്ഷേ ഞാനിപ്പോ ഇത് പെട്ടെന്ന് ഒരു പരിപാടിയിൽ പങ്കെടുത്ത കാരണം ഇതിന്റെ സത്യമായിട്ടുള്ള കാര്യങ്ങളൊന്നും അറിഞ്ഞിട്ടില്ല. പക്ഷെ എങ്കിലും 2, 3 വിഷയങ്ങൾ 2, 3 ആൾക്കാരുള്ള നിലയ്ക്ക് അവർ പറയുന്നത് പല വിധമാണ്. ഇപ്പൊ സഖാക്കൾ തന്നെ ചിലപ്പോ ഒരു പക്ഷേ ഇതിൽ വിമർശിച്ചിട്ടുണ്ടാവും. കാരണം അതെന്താ ഈ സൈബർ ആക്രമണം നടത്തുന്നതിൽ ഈ സഖാക്കള് ഇടപെട്ടിരുന്നോ ശ്രീ രാജ? അങ്ങ് CPM അനുഭവം അല്ല, ഞാൻ പറയട്ടെ, സഖാക്കൾ ഇടപെട്ടിരുന്നോ എന്ന് ഞാൻ സത്യം പറഞ്ഞില്ല. ഞാനൊരു പരിപാടിയിലായിരുന്നു. അപ്പൊ ശരിക്കും തികഞ്ഞു നോക്കിയിട്ടില്ല. അപ്പൊ ഒരു പക്ഷെ ചില സഖാക്കൾക്ക് നൊന്നിട്ടുണ്ടാവാം. പക്ഷെ ആ സഖാക്കൾ അത് ആത്മനിയന്ത്രണം വരുത്തി നല്ല നിലയ്ക്ക് പോകണം. കാരണം മമ്മൂട്ടി എന്ന് പറയുന്ന മറ്റുള്ള നടന്മാരെ വെച്ച് നോക്കുമ്പോൾ നല്ലൊരു പൊതുപ്രവർത്തനായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇപ്പൊ അദ്ദേഹത്തിനെ എനിക്ക് വല്ലാണ്ട് പൊക്കി വെച്ചിട്ട് എന്റെ പാർട്ടിക്ക്, ഞാൻ വിശ്വസിക്കുന്ന പാർട്ടിക്കോ എനിക്കോ വലിയ ഗുണം ഉണ്ടായിട്ടില്ല. പക്ഷെ അയാൾ ചെയ്യുന്ന ചില കാര്യങ്ങൾ നമ്മൾ അംഗീകരിക്കേണ്ടി വരും. അപ്പൊ ഒരു പക്ഷേ ഒരു പിഴച്ചിട്ടുണ്ടാവാം. അതിപ്പോ അല്ലെങ്കിൽ പിന്നെ മമ്മൂട്ടി അദ്ദേഹത്തിനെ വിളിച്ച് സംസാരിക്കുക, വീഡിയോ കോൾ ചെയ്യോ ഇല്ലല്ലോ.
അപ്പോ ഒരു പക്ഷെ അദ്ദേഹത്തിന്റെ കയ്യിൽ എന്തെങ്കിലും നിയന്ത്രണം തെറ്റിപ്പോയിട്ടുണ്ടാവാം, വാക്കുകൾ പിഴച്ചിട്ടുണ്ടാവാം. അത്രയാണ് ഇതിൽ കാണണ്ടു. പിന്നെ സൈബർ സഖാക്കള് എന്ന് പറയാൻ എല്ലാ സഖാക്കളും അല്ലെങ്കിൽ സൈബർ സഖാക്കള്, സൈബർ എന്ന് പറയുമ്പോൾ അതിൽ ഒരുപാട് റോങ് സഖാക്കളൊക്കെ ഉണ്ട് കേട്ടോ. കാരണം ഒരു വിഷയം പാർട്ടിക്കെതിരെയായിട്ട് വരുമ്പോ അതിനെ തിരുത്തി പോകേണ്ട സഖാക്കളിൽ തിരുത്തി പോകും. അല്ലാതെ ഈ പാർട്ടിക്ക് ദോഷം വരുത്താനും പറഞ്ഞിട്ട് സൈബർ സഖാക്കൾ അടങ്ങുന്നുണ്ട്. അപ്പൊ അങ്ങനെയും കാണേണ്ടി വരും. മുഴുവൻ സഖാക്കളുടെ കുറ്റമല്ല. എന്തോരാവട്ടെ, ഇത് വലിയൊരു പ്രശ്നമായിട്ട് മാറൊന്നുമില്ല. അപ്പൊ അതൊക്കെ അങ്ങനെ വിചാരിക്കുന്ന ആൾക്കാരിനെ അത് കയ്യിൽ വെച്ചാൽ മതി. അത്രയും നമുക്ക് പറയാം. ഓക്കെ, ശരി, ഓക്കെ, റൈറ്റ്. അപ്പൊ സജിത്ത് ഉണ്ട് കൽപ്പറ്റയിൽ നിന്ന്. അപ്പൊ ഞാനൊരു വയനാടുകാരനെ കാത്തിരിക്കുകയായിരുന്നു. സജിത്ത് കേൾക്കാമോ? സജിത്തിന്റെ ടെലിഫോണിൽ എന്തോ പ്രോബ്ലം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു അല്ലേ? എന്നാ പറഞ്ഞോ സജിത്തെ, എന്താ അവിടെ നാട്ടുകാരൊക്കെ എന്താ പറയുന്നത്? നിങ്ങളുടെ നാട്ടിലല്ലേ ഈ സംഭവമൊക്കെ നടന്നത്? എനിക്ക് തോന്നുന്നു അങ്ങനെ ടെലിഫോൺ എനിക്ക് ഒട്ടും കേൾക്കാൻ കഴിയുന്നില്ല. കുറച്ചുകൂടി റേഞ്ചുള്ള ഒരു സ്ഥലത്ത് നിന്ന് വന്ന് സംസാരിച്ച് നമുക്ക് പ്രേക്ഷകർക്ക് കേൾക്കാൻ കഴിയും. നിതിൻ ആലപ്പുഴയിൽ നിന്ന്. നിതിൻ, ഹലോ. ആ മമ്മൂട്ടി വളരെ നല്ലൊരു നടനായിരുന്നു. അവരെ സിനിമയിലൊക്കെ നല്ലപോലെ അഭിനയിച്ചിട്ടുണ്ട്. പക്ഷെ ഒരു ചടങ്ങിൽ വെച്ച് കൂടെ നടക്കുന്ന വ്യക്തിയോട് പറഞ്ഞപ്പോ അദ്ദേഹത്തിന്റെ മുഖം, പുള്ളി ഞാനിപ്പോ ഒരു CPM-കാരനൊന്നും അല്ല, പക്ഷെ ജില്ലാ പ്രസിഡന്റിന്റെ മുഖം കണ്ടോ എന്തും വേണ്ട പുള്ളിക്ക് ഒരു ബുദ്ധിമുട്ടോ എന്തും വേണ്ട ഒരു സങ്കടമായി പോയി. കാരണം ഒരു സാധാരണക്കാരനെ പോലല്ലേ അദ്ദേഹത്തിന് ആൾക്കൂട്ടത്തിന് നടുവിൽ വെച്ച് ഇതിനൊക്കെ വേണ്ടി ഓടി നടന്ന ഒരാളെ പുള്ളി അദ്ദേഹത്തിന്റെ മുഖഭാവം നോക്കി എന്ത് സാധാരണക്കാരനെ പോലെ പുള്ളി നിന്നത്. പുള്ളി ഒരു രീതിയിലും ഒരു വെറും സാധാരണക്കാരനെ പോലെ നിൽക്കുന്ന ഒരു മുഖമല്ലേ അദ്ദേഹത്തിന്റെ. ചിരി തന്നെ കണ്ടില്ലേ, വളരെ ഒരു സാധു മനുഷ്യനെയാണ് ഇത്രയും ഇതായിട്ട്. കാരണം ഇപ്പം പുള്ളിക്കാരൻ നടനല്ല അല്ല എന്തും ആയിക്കോട്ടെ, ഒരു സാധാരണക്കാരനോട് പെരുമാറുന്നതിനൊരു രീതിയുണ്ട്. നമുക്കിപ്പം മനുഷ്യത്വം നോക്കി മാത്രം ഞാൻ പറഞ്ഞല്ല, ഞാൻ ഇതിനകത്ത് രാഷ്ട്രീയമോ സമൂഹമോ ഒന്നും അല്ല പറയുന്നു. സജിത്തിന്റെ ഫോൺ ശരിയായോ സജിത്ത്? ശരി, ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ എന്താണ് സജിത്ത് ഈ അവിടെ നിങ്ങള് ഈ വയനാട്ടിലാണ് ഈ സംഭവം നടന്നത്, കൽപ്പറ്റയല്ലേ സജിത്ത്? ഞാൻ അതിനെ കുറിച്ച് പറയുന്നത് വെച്ചാൽ നമുക്ക് എന്നാലും അതുല്യൊരു കലാകാരൻ, നമുക്ക് ഒരുപാട് കഥാപാത്രങ്ങൾ തന്ന ഒരു വ്യക്തിയാണ്. എന്നിരുന്നാലും നിങ്ങൾ വയനാട്ടുകാർക്ക് നിങ്ങളുടെ ജില്ലാ സെക്രട്ടറിയോടൊപ്പം ആണോ ഇത് തോന്നിയത്, അതോ മമ്മൂട്ടിക്കാണോ തോന്നിയത്? നമ്മൾ രണ്ടുപേരും കൂടെ നിൽക്കുന്നത്. രണ്ടുപേർക്കൊപ്പം ഒരിക്കലും സൈബർ അറ്റാക്കുകൾ വേണ്ടിയിരുന്നെന്ന് തോന്നുന്നുണ്ടോ നിങ്ങൾക്ക്? സൈബർ അറ്റാക്കുകൾ ഒരിക്കലും വേണ്ടിയിരുന്നില്ല. അത് ഒരു പൊതുവേദിയിൽ വന്നൊരു ചെറിയൊരു മിസ്റ്റേക്ക് ആയിരിക്കും. എന്നിരുന്നാലും ജില്ലാ സെക്രട്ടറി എന്ന് പറഞ്ഞാൽ നമുക്ക് വേണ്ടപ്പെട്ട ഒരാളാണ്. മമ്മൂക്ക എന്ന് പറഞ്ഞാൽ നമുക്ക് അതിലൊരു കലാകാരനാണ്. എങ്കിലും മമ്മൂക്കയുടെ അടുത്ത് അങ്ങനെ സ്വകാര്യമായിട്ട് പറയാമായിരുന്നെങ്കിലും നമുക്ക് അങ്ങനെ ഒരു ഓപ്പൺ ആയിട്ട് അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു. അപ്പൊ ഈ മമ്മൂട്ടിക്കെതിരെ ഈ സൈബർ ആക്രമണം വന്നത് ആരുടെ ഭാഗത്തു നിന്നായിരിക്കും? അതൊരിക്കലും അങ്ങനെ വരാൻ പാടില്ലായിരുന്നു. നമുക്ക് നമ്മളൊരു ജില്ലാ സെക്രട്ടറി എന്ന് പറഞ്ഞാൽ മാർക്സിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ച് ഒരു ജില്ലാ സെക്രട്ടറി അത്രയും വിലയുള്ള ഒരാളാണ്. അവരെ പരസ്യമായിട്ട് നമുക്ക് ഒരിക്കലും അങ്ങനെ പറയാൻ പാടില്ല. സ്വകാര്യമായി പറഞ്ഞതായിരിക്കും, എന്താണ് സംഭവിച്ചെന്ന് അറിയില്ല, നമ്മൾ അവിടെ ഇല്ലല്ലോ. അപ്പൊ അത് ഈ പാർട്ടി പ്രവർത്തകർക്കിടയിലൊക്കെ ഒരു നീരസം ഉണ്ടാക്കിയോ, ഇങ്ങനെ മമ്മൂട്ടിയെ പോലെ ഒരാളിൽ നിന്ന് ജില്ലാ സെക്രട്ടറി? ഈ പ്രവർത്തകരെ അങ്ങനെ ഒരു ജില്ലാ സെക്രട്ടറിയെ കുറിച്ച് അങ്ങനെ ഒരിക്കലും ഇങ്ങനത്തെ ഒരു സ്ഥലത്ത് വെച്ചിട്ട് അങ്ങനെ ഒരു നമുക്ക് ഒരിക്കലും അങ്ങനെ പറയാൻ പാടില്ല. നമുക്ക് കുറ്റം പറയല്ല, നമുക്ക് എന്തുകൊണ്ടാണ് ഒഴിവാക്കാമായിരുന്നു ഇങ്ങനെ ഒരു വിവാദം. നമുക്ക് എന്താണ് അതില്യമായ ഒരു കലാകാരനാണ്. നമുക്ക് ഒരിക്കലും അങ്ങനെ ഒരു വിവാദത്തിലേക്ക് വരാൻ പാടില്ലായിരുന്നു നമുക്ക്. ശരി, അപ്പൊ വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. അജയ് കുമാർ ചങ്ങനാശ്ശേരി എന്നോടൊപ്പം ചേരുന്നു. ശ്രീ അജയ് കുമാർ മമ്മൂട്ടി ഫാൻ ആണെന്ന് തോന്നുന്നു അല്ലേ? ഞാൻ ആരുടെയും ഫാനല്ല. കൈതാൻ ഫാൻ എന്ന് ജഗതി ഒരു സിനിമ പറയുന്നുണ്ട്. ഓക്കെ, കൈതാൻ ഫാൻ. എനിക്ക് നല്ല സിനിമ ആരുടെ ആയാലും ഇഷ്ടപ്പെടും. കഥാപാത്രങ്ങളോടാണ് ഇഷ്ടം. കഥാപാത്രങ്ങളുടെ കൂടെയാണ്. അപ്പൊ ഈ മമ്മൂട്ടിയുടെക്കെതിരെയുള്ള സൈബർ ആക്രമണം അജയ് കുമാറിനെ വേദനിപ്പിച്ചോ, അതോ എന്ത് തോന്നി? നമ്മുടെ സംസ്കാര ശൂന്യതയാണോ അത് പുറത്തു വന്നത്, അതോ എന്താണ് ഈ മൊത്തം വിവാദം കേട്ടപ്പോൾ എന്ത് തോന്നി? സംസ്കാര ശൂന്യതയല്ല, സംസ്കാര ശൂന്യത എന്താണ് നമ്മുടെ ഈ സൈബർ ആക്രമണം. സൈബർ ആക്രമണം സംസ്കാര ശൂന്യത തന്നെയാണ്. ഇവിടെ സംഭവിച്ച സംസ്കാര ശൂന്യതയല്ല. ഇപ്പം ഈ നമ്മുടെ ഈ വയനാട്ടിലെ ഈ ദാരുണ സംഭവം ഉണ്ടായ അന്ന് തൊട്ട് ഇതിന്റെ അവസാനം വരെ, ഈ സമയം വരെ TV-യിൽ കാണുന്ന ഒരു മുഖം, ഏറ്റവും കൂടുതൽ കാണുന്ന ഒരു മുഖം ആ ചെറുപ്പക്കാരൻ്റെയാണ്. അദ്ദേഹത്തിന്റെ രാഷ്ട്രീയം എന്തോ ആയിക്കോട്ടെ, അത് വിട്ടേക്കുക, മനസ്സിലായില്ലേ? അതുപോലെയുള്ള ഒരു ചെറുപ്പക്കാരൻ ആ രാഷ്ട്രീയ പാർട്ടിയുടെ ആ ജില്ലയിലെ പ്രമുഖനായ ഒരു നേതാവ് മമ്മൂട്ടിയെ പോലൊരു നടൻ അവിടെ വരുമ്പോൾ അദ്ദേഹം കൂടി അവിടെ ആ സ്ഥലത്ത് പോകേണ്ടതും ആവശ്യമാണ്, പോകുന്നതും
നല്ലത് തന്നെയാണ്. അങ്ങനെ ചെല്ലുമ്പോൾ മമ്മൂട്ടി അതായത് ഞാനിവിടെ വന്നത് രാഷ്ട്രീയത്തിന്റെ ഭാഗമായി പോകും, എന്നെ അങ്ങനെ മുദ്ര കുത്തപ്പെടും, അതുകൊണ്ട് താങ്കൾ മാറി നിൽക്കൂ എന്ന് പറയുന്നത് വളരെ മോശമായി പോയി. മോശമെന്നല്ല, അതിന് വേറെ വാക്കുകൾ ഉപയോഗിക്കണം, അത് ചെയ്യുന്നില്ല. കാരണം മമ്മൂട്ടിക്ക് വ്യക്തമായ രാഷ്ട്രീയമുള്ള ആള് തന്നെയാണ്. മമ്മൂട്ടിയുടെ രാഷ്ട്രീയം പല വേദികളിലും അദ്ദേഹം അടിവരയിട്ട് പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ യൂട്യൂബിൽ ഒരാൾ എനിക്ക് കമന്റ് അയക്കുക കേട്ടോ, അപ്പൊ അങ്ങനെ മനസ്സിലാക്കിയ ഒരാളാണോ എന്ന് എനിക്കറിയില്ല. അജയകുമാർ ഉണ്ണി മുകുന്ദൻ ഫാനാണെന്നാണ് പറയുന്നത്. അപ്പൊ ഒരാൾ കമന്റ് അയക്കുകയാണ്, നമ്മുടെ ഷിജുവാ. അപ്പൊ അജയകുമാറിനെ ശ്രദ്ധിക്കുന്നതാണ്. ഉണ്ണി മുകുന്ദൻ ഫാനാണ്. ഞാൻ ഓർക്കുന്നില്ല എപ്പോഴും ഉണ്ണി മുകുന്ദനെ പിന്തുണച്ചിട്ടുണ്ടോ അത്, പക്ഷെ അതായത് ഉണ്ണി മുകുന്ദൻ ഫാനാണെന്നാ പറയുന്നത്. എനിക്കറിയില്ല, ഒരു പക്ഷേ എവിടെയെങ്കിലും ഞാൻ താടി വെച്ചിട്ടുണ്ട്, അതുകൊണ്ടായിരിക്കും. എവിടെയെങ്കിലും ഫോട്ടോ കണ്ടിട്ടുണ്ടല്ലോ, അതൊന്നും. അപ്പം അങ്ങനെയാണ് സംഭവം. അപ്പൊ അദ്ദേഹം അതൊരിക്കലും അദ്ദേഹത്തിന് അത് ഉറപ്പായിട്ട് ഒഴിവാക്കാമായിരുന്നു. പക്ഷെ അത് അദ്ദേഹം എന്തുകൊണ്ട് ചെയ്തില്ല? ആ ഒരു നിമിഷത്തിൽ എന്താണ് അദ്ദേഹത്തിന് പറ്റിയതെന്ന് അദ്ദേഹം സ്വയം ചോദിക്കട്ടെ. ഏതായാലും അദ്ദേഹം ചെറുപ്പക്കാരനെ വിളിച്ച, പാർട്ടി സെക്രട്ടറിയെ വിളിച്ച് മാപ്പ് ചോദിക്കുകയോ അല്ലെങ്കിൽ തനിക്ക് പറ്റിയ അവസരം പറയുകയും അവർ തമ്മിൽ അത് എഗ്രി ചെയ്യുകയും ചെയ്തു. ഇനി ഞാൻ മറ്റൊരു കാര്യം ഇവിടെ ഈ നിമിഷം പറയാൻ ഉദ്ദേശിക്കുന്നത്, മമ്മൂട്ടിക്ക് പകരം ആ സ്ഥാനത്ത് സുരേഷ് ഗോപി ആയിരുന്നെങ്കിൽ എന്തായിരുന്നേനെ ഇന്ന്? ആകെ ബഹളം കോലാഹലമായല്ലേ, കേരളം കത്തിച്ചേനെ. ഇപ്പൊ സഹാക്കൾ തന്നെ വന്നിട്ട് പറയുന്ന കേട്ടില്ലേ, സാരമില്ല, അതങ്ങനെയായി, ഞങ്ങൾ ഇങ്ങനെയായി, ഞങ്ങൾ അങ്ങനെ ക്ഷമിക്കുന്നു, ഞങ്ങൾ ഇങ്ങനെ ക്ഷമിക്കുന്നു എന്നൊക്കെ പറയുന്ന ഈ സഖാക്കൾ തന്നെ ഞാൻ പേരെടുത്ത് പറയുന്നു, കേരളം കത്തിച്ചേനെ. ഇതാണ് സോഷ്യൽ മീഡിയ. മനസ്സിലായില്ലേ? നമ്മൾ ആദ്യം പറഞ്ഞല്ലോ സോഷ്യൽ മീഡിയ, ഇതാണ് കേരളത്തിലെ സോഷ്യൽ മീഡിയ. അത്രേ ഉള്ളൂ. ഓക്കെ, വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. അപ്പോൾ സുനിൽ പറയുന്നത് എന്നോട്, സുനിൽ 2391 പറയുന്നത്, ആളുകളെ അപമാനിച്ച് വിടാനും മാധ്യമപ്രവർത്തകരോട് കടക്ക് പുറത്ത് എന്ന് പറയണം കേരളത്തിൽ പിണറായി വിജയൻ കഴിഞ്ഞേ ഉള്ളൂ എന്നാണ് പറയുന്നത്. CPM സെക്രട്ടറികളെ അത്ര ഇഷ്ടമല്ല എന്നുള്ള രീതിയിലാണ് ജോസഫ് വർഗീസിൻ്റെ പ്രതികരണം. രാജൻജി സദാവ് മമ്മൂട്ടി എന്ന് വായിച്ചത് മനുവല്ല, അത് കമൻറ്റ് വായിച്ചതാണെന്ന് എന്നോടൊപ്പം ഗ്ലാഡിയേറ്റർ പറയുന്നുണ്ട്. അപ്പോൾ ഗ്ലാഡിയേറ്ററിന് സത്യം മനസ്സിലായതുകൊണ്ട് എനിക്കൊരു പിന്തുണ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ മൊയ്തീൻ കുട്ടി, നടനായാലും ആരായാലും മാന്യമായി ഇത്തരക്കാരോട് പെരുമാറണം, മറിച്ച് അഭിനയം അദ്ദേഹത്തിൻ്റെ ജോലി, അതിൽ വരുമാനമുണ്ട്, തൻ്റെ സ്വഭാവം അഭിനയത്തിൽ പോരാ ജീവിതത്തിലും മമ്മൂട്ടിക്ക് വേണം എന്ന് മൊയ്തീൻ കുട്ടി എന്നോടൊപ്പം പറയുന്നു. മമ്മൂട്ടിയും സഖാവ് തന്നെയല്ലേ എന്ന് ജയകുമാർ ചോദിക്കുന്നു. അബ്ദുൾ ഹമീദ് ഖാൻ 5470, ജനങ്ങളുടെ സംഭാവനയാണ് വീടുകൾ, മമ്മൂട്ടി വന്നപ്പോൾ ഈ പാർട്ടിക്കാരന് എന്ത് കാര്യം എന്ന് അബ്ദുൾ ഹമീദ് ഖാൻ എന്നോട് ചോദിക്കുന്നു. മമ്മൂട്ടിയുടെ പെരുമാറ്റം വളരെ മോശമായി പോയി, എനിക്ക് ഇയാളെ ആകെ വെറുത്തുപോയി എന്ന് ഇന്ത്യൻ 9684 എന്നോട് പറയുന്നു. രാജശേഖരൻ പറയുന്നത്, മമ്മൂട്ടി ഒരു ഓസ്കാർ പ്രതീക്ഷിക്കുന്നു, അങ്ങനെയെങ്കിൽ ഒരു ഭാരത് രത്ന ഓഫർ ചെയ്തേക്കാം, അതുകൊണ്ട് ഇപ്പോഴത്തെ സംഘമിത്ര ലാകും എന്ന് രാജശേഖരൻ പറയുന്നു. സാഡസ്റ്റ് പാർട്ട് ഈസ് ഓൾദോ ദ മെയിൻ മെഡൽസ് ലെഫ്റ്റ് വിത്ത് ടോപ്പിക് ബട്ട് ഓൺലി യെല്ലോ മെഡൽ സ്റ്റിൽ പ്രൊവൈഡ് ഫ്യൂവൽ ടു ഇഗ്നൈറ്റ് ഇറ്റ് മോർ എന്നാണ് പറയുന്നത്. അത് ഓക്കെ. നൗഷാദ് കട്ടപ്പനയല്ല, കട്ടുപ്പാറയാണെന്ന് എന്നതാണ്, അല്ലല്ല. ഓക്കെ ഓക്കെ നൗഷാദ് അല്ലേ, നൗഷാദിന് ഞാൻ എപ്പോഴും കട്ടപ്പന എന്നാണ് വിളിക്കുന്നത് അല്ലേ. അപ്പോൾ നൗഷാദ് കട്ടപ്പനയല്ല, നൗഷാദ് കട്ടുപ്പാറയാണ്. അപ്പോൾ കട്ടുപ്പാറ എന്ന് പറഞ്ഞാൽ അപ്പോൾ ഞാൻ വിചാരിച്ചു ഇടുക്കിക്കാരനാണെന്നാണ്. അപ്പോൾ അവിടെയല്ലേ നൗഷാദ്. അപ്പോൾ മോഹൻലാൽ മുഖ്യമന്ത്രി പ്രോഗ്രാം വന്നതാണ് കുഴപ്പമായത് എന്ന് എന്നോട് ബൈജു ഗോപി പറയുന്നു. മമ്മൂട്ടി വളരെ പ്രളയബാധിത പ്രദേശത്ത് എന്ത് ചെയ്തു എന്ന് പറയാമോ? CPM ജില്ലാ സെക്രട്ടറി, പ്രളയബാധിത പ്രദേശത്ത് മികച്ച പ്രവർത്തനമാണ് നടത്തിയത്, ജനങ്ങൾക്കിടയിൽ പ്രവർത്തിക്കുന്നവരോട് താരങ്ങൾ ജാട കാണിച്ചാൽ ജനം വെറുക്കും എന്ന് പറയുന്നു. അപ്പോൾ എനിക്കൊരു ചെറിയ ഇടവേള അനിവാര്യമായതുകൊണ്ടാണ് ഞാനൊരു ചെറിയ ഇടവേള എടുത്ത് പെട്ടെന്ന് മടങ്ങി വരാം. ഷോർട്ട് ബ്രേക്ക്, അങ്ങോട്ട് പോരുത്. ഏതായാലും ഈ സമൂഹ മാധ്യമങ്ങളിലൊക്കെ ഇപ്പോൾ ഈ വിഷയം വളരെ രൂക്ഷമായി തന്നെ പ്രതികരണങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്നോടൊപ്പം സന്തോഷ് കാസർഗോഡ് നിന്നൊപ്പം ചേരുന്നു. സന്തോഷ്, ഹലോ. സന്തോഷ് മമ്മൂട്ടി ഫാനാണോ? ഞാൻ ഓരോരോ സിനിമ നടന്മാർ അഭിനയിക്കുന്ന കഥാപാത്രങ്ങളാണ് മാത്രമേ ഉള്ളൂ. ഒരു നടന്റെ പ്രത്യേക
നല്ല കുടുംബ ചിത്രങ്ങളൊക്കെ ആണെങ്കിൽ അത് ഞാൻ ആസ്വദിച്ച് കാണും. അപ്പൊ ഈ ഇടി വെടിവെപ്പ് കത്തിക്കുത്ത് താല്പര്യമില്ല, കള്ളക്കടത്ത് കഥയോ ഇല്ല. ഇപ്പോഴത്തെ പടത്തിലൊന്നും വല്ല കഥകളോ കാര്യങ്ങളോ ഒന്നും ഇല്ല. നമ്മൾ ടാക്കിസിന് ഇറങ്ങി അന്നേരം മറന്നു പോകുന്ന കഥകളേ ഉള്ളൂ. പണ്ടൊക്കെ കഥകളാണല്ലോ മമ്മൂട്ടിയുടെ. ഞാൻ മമ്മൂട്ടിയുടെ അവസാനം ഞാൻ കണ്ട പടം എന്നാണ് രാപ്പകൽ. രാപ്പകൽ. രാപ്പകൽ സിനിമ കണ്ട് ഞാൻ കരഞ്ഞ വ്യക്തികളാണ്. സിനിമ കണ്ട് കരഞ്ഞു. ഓക്കെ, അപ്പൊ നല്ല അഭിനയം. അതുകൊണ്ട് അതിൽ അഭിനയം മമ്മൂട്ടിയെ ഒറ്റപ്പെടുത്തുന്ന ഒരു അവസ്ഥ, അതൊക്കെ നമ്മൾ കഥാപാത്രം നമ്മുടെ ഉള്ളിലേക്ക് ആവാഹിക്കുന്ന ഒരു ഇത് വരുമല്ലോ. അപ്പൊ ഈ തർക്കമൊക്കെ കേട്ട് ഈ സമൂഹ മാധ്യമങ്ങളിലുള്ള ഈ തർക്കമൊക്കെ കാണുമ്പോൾ ശ്രീ സന്തോഷിന് എന്ത് തോന്നുന്നു? മമ്മൂട്ടി പറഞ്ഞതിൽ അതിൽ ഒരു തെറ്റില്ലാന്ന് എന്റെ കാഴ്ചപ്പാട്. അതെയാ? കാരണം അത് ഒരു പരസ്യമായി പറഞ്ഞത് ഒരു തെറ്റ്, ഒരു ജില്ലാ സെക്രട്ടറി അല്ലേ. പക്ഷേ അതൊരു പാർട്ടിയുടെ നേതൃത്വത്തിൽ പിന്നെ മമ്മൂട്ടി അവിടെ കൊണ്ടുപോയി എന്ന് സമൂഹത്തിലേക്ക് ഒരു ഇത് വരും. അതുകൊണ്ടാണ് മമ്മൂട്ടി പറഞ്ഞത്. മമ്മൂട്ടി തന്നെ പറഞ്ഞല്ലോ, ഇത് കേരളത്തിലെ ജനങ്ങൾ, മലയാളികൾ, ഇല്ലെങ്കിൽ മലയാളികൾ മാത്രമല്ല ഈ ടൗൺഷിപ്പ് പണിയാൻ വേണ്ടി ഫണ്ട് കൊടുത്തേക്കുന്നത്. ഇന്ത്യയിലും വിദേശത്തു നിന്നും പല ആൾക്കാരും കൊടുത്തത് ഇത് സർക്കാരിൻ്റെതാണ്, പാർട്ടിയുടെ അല്ല. അപ്പം ഈ ജനങ്ങൾ മമ്മൂട്ടിയെ കണ്ടുകൊണ്ട് ജനങ്ങൾ വന്നപ്പോൾ ഈ പാർട്ടി നേതാക്കളാണ് അവരെ മമ്മൂട്ടി വഴി ഒരുക്കി കൊടുക്കുന്നത്. അപ്പൊ വിചാരിക്കുന്നത് എന്താണ്, മമ്മൂട്ടിയെ കൊണ്ടുവന്നത് പാർട്ടിയുടെ നേതൃത്വം. കാരണം ഒന്നാമത് മമ്മൂട്ടി ഒരു CPM ആളാണ്. ഇപ്പൊ കഴിഞ്ഞ 2 ദിവസം മുമ്പല്ല പെരുമ്പടം പാലത്തിന്റെ അതിന് ആശംസകൾ നേർന്നത്. ഈ സർക്കാരിന്റെ നല്ല പ്രവൃത്തികൾ ചെയ്യുമ്പോൾ പിന്നെ ആശംസകൾ നേർന്നത് എല്ലാം ചെയ്യുന്നുണ്ട്. പക്ഷെ ഇത് മമ്മൂട്ടി വ്യക്തിപരമായി ആ ടൗൺഷിപ്പ് കാണാൻ വന്നതാണ്. അപ്പൊ ഇവരല്ലാതെ അത് പോലീസ് വേണമെങ്കിൽ നിയന്ത്രിക്കാം, ആൾക്കാരെ പോലീസ് വേണമെങ്കിൽ നിയന്ത്രിക്കാം. പക്ഷെ ഇവിടെ പാർട്ടിയുടെ ഒരു പുറത്തേക്ക് വരുമ്പോ എന്താണ് പറയുന്നത്, പാർട്ടി ഉണ്ടാക്കി DYFIയോ CPMോ ഫണ്ട് പിരിച്ചുണ്ടാക്കിയൊരു ടൗൺഷിപ്പ് അല്ലല്ലോ അത് സർക്കാരിലേക്ക് പിന്നെ ജനങ്ങൾ കൊടുത്തതല്ലേ. എല്ലാ വിദേശത്തുനടക്കം അത് കോൺഗ്രസ്സുകാരനുണ്ടാവും, BJPക്കാരനുണ്ടാവും, പാർട്ടി ഇല്ലാത്തവരുണ്ടാവും, എല്ലാവരും ഉണ്ടാവും. ശരി, വ്യക്തമാണ്, അങ്ങയുടെ അഭിപ്രായം വ്യക്തമാണ്. അപ്പൊ എനിക്കിന്ന് പ്രേക്ഷകർ കുറച്ച് കൂടുതലുള്ളതുകൊണ്ടാണ് ബാലകൃഷ്ണൻ വടകര, ശ്രീ ബാലകൃഷ്ണൻ വടകര ചുരുങ്ങിയ വാക്കുകളിൽ. അപ്പൊ എന്നോടൊരു പ്രേക്ഷകൻ ചോദിക്കുകയായിരുന്നു, ശ്രീ ബാലകൃഷ്ണൻ വടകര, അപ്പൊ മമ്മൂട്ടിക്ക് വരെ ഇത് സുരേഷ് ഗോപി ആയിരുന്നെങ്കിൽ ഒരേ പുകിലെന്നാണ് ചോദിക്കുന്നത്. ബാലകൃഷ്ണൻ വടകരയ്ക്ക് അഭിപ്രായം കാണുമല്ലേ? സാർ നമസ്കാരം. നമസ്കാരം. സുരേഷ് ഗോപി എന്തോ ആയിക്കോട്ടെ, അദ്ദേഹത്തിന് ട്രോളാനായിട്ട് കിട്ടിയ MP കേരളത്തിൽ, അതിരിക്കട്ടെ സാർ. ഞാൻ പറയുന്നത് ഈ ബഹുമാന്യായ മമ്മൂട്ടിക്ക് ഒപ്പം നടക്കുന്ന ഇഷ്ടമില്ലെങ്കിൽ ഈ വ്യക്തി എന്തിനാ അദ്ദേഹത്തെ ചാരി ഇങ്ങനെ നടന്നു? അദ്ദേഹം എന്താണ് അദ്ദേഹത്തിന്റെ പുറകെ നടക്കുന്നതിന് എന്ന് അദ്ദേഹം ആദ്യം കാണുന്നതെന്ന് എനിക്ക് തോന്നുന്നില്ല. അദ്ദേഹത്തിന് ചീത്ത മേടിക്കാൻ എന്തിനാണ് ഇദ്ദേഹം ഒട്ടി ഇങ്ങനെ പോയത്? ഒരുപക്ഷെ അദ്ദേഹത്തിന് ഇഷ്ടപ്പെടാത്ത ഒരു പാർട്ടിയുടെ ആളായിരിക്കും പോയത്. അപ്പൊ അങ്ങനെ ജനങ്ങൾ അങ്ങനെ ധരിച്ചാലോ ഈ പാർട്ടിയുടെ ആളാണോ ഇദ്ദേഹത്തെ ഇവിടെ കൊണ്ടുവന്ന ധരിച്ചാലോ അദ്ദേഹത്തിന് നാണക്കതുണ്ടാവും. അതുകൊണ്ടായിരിക്കാം, എനിക്ക് ഇത്രയേ തോന്നുള്ളൂ. ശരി, വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. അപ്പോൾ പ്രദീപ് എന്നോടൊപ്പം ന്യൂയോർക്കിൽ നിന്ന് ചേരുന്നുണ്ട്. ശ്രീ പ്രദീപ്, ഈ ടൗൺഷിപ്പ് ഇപ്പോൾ ഒരു തിരക്കഥാകൃത്ത് പറയുന്നത് ടൗൺഷിപ്പ് നേരിൽ കണ്ട വ്യക്തി എന്ന നിലയിൽ പറയുന്നു, ഏറ്റവും നന്നായി കൽപ്പറ്റ നഗരത്തിൻ്റെ ഹൃദയഭാഗത്ത് നിർമ്മിച്ച ഭവനങ്ങൾ പിണറായി സർക്കാരിൻ്റെ പ്രവർത്തന മികവ് തന്നെയാണ്. അത് ഒരു പാർട്ടി സ്പോൺസേഡ് പരിപാടിയാക്കാൻ ശ്രമിച്ച എല്ലാ ഫ്രെയിമിലും കയറി നിന്ന് ഖദർ ധരിച്ച യൂത്തന്മാരുടെ ലെവലിലേക്ക് സഖാവ് റഫീഖർ തരാൻ താടരുതായിരുന്നു. മമ്മൂട്ടിയോ മോഹൻലാലോ ആര് വേണമെങ്കിലും വന്നു പോയിക്കോട്ടെ, നിങ്ങളെ വയനാട്ടുകാർക്ക് അറിയാലോ സഖാവേ, അതുപോലെ സഖാവേ എന്ന് ചോദിക്കുന്നു. അപ്പോൾ ഇത് കോൺഗ്രസ് ഭരണത്തിൽ വന്നാൽ DC സെക്രട്ടറി ഇതുപോലെ കാണിച്ചാലും മമ്മൂട്ടി ഇത് തന്നെ പറയും എന്നൊക്കെ പറയുന്നുണ്ട്. അയാൾ അഹങ്കാരിയാണ് എന്നുള്ള തരത്തിൽ നമ്മുടെ തിരക്കഥാകൃത്താണ് നിഷാദ് കോയയുടെ പ്രതികരണമാണ്. അപ്പോൾ പ്രദീപ്, ഇത് ന്യൂയോർക്കിലൊക്കെ ചർച്ചയായോ മമ്മൂട്ടി? ന്യൂയോർക്കിൽ പലർക്കും അറിഞ്ഞോലും കൂടെ ഇതൊക്കെ അറിയാന്നുള്ള നിങ്ങളെ നാട്ടിലല്ലേ മിസ്റ്റർ മനു? മമ്മൂട്ടി ന്യൂയോർക്കിലെല്ലാമോ അറിയാൻ ചോദിച്ചു കഴിഞ്ഞാൽ ഞങ്ങളെ പോലുള്ള ചില മലയാളിയൊക്കെ മലയാളികളുടെ കാര്യം ഞാൻ ചോദിച്ചത്. അങ്ങനെ മലയാളിയൊക്കെ തന്നെ എത്ര പേർക്ക് യഥാർത്ഥത്തിൽ എനിക്ക് തോന്നുന്നു സ്റ്റാർ ഹോട്ടലില് താമസിച്ചിട്ടുള്ള പലരും, മമ്മൂട്ടി താമസിക്കുന്ന ചില സ്റ്റാർ ഹോട്ടലുകളുണ്ട് നാട്ടിൽ, അതിന്റെ പേര് ഞാൻ പറയുന്നില്ല. ആ നാട്ടിൽ ഞാൻ എന്റെ ഫ്രണ്ട്സ് നാട്ടിൽ വന്ന് ട്രിവാൻഡ്രത്ത് ഒരു ഹോട്ടലിൽ ഞാൻ താമസിക്കുമ്പോൾ ഇദ്ദേഹം അവിടെ പെട്ടെന്ന് റൂം എടുത്തു. ആ സെക്ഷൻ കംപ്ലീറ്റ് അവിടെ നിന്ന് ഞങ്ങളെ വേക്കപ്പ് ചെയ്യിപ്പിച്ചു. അറിയോ, ആ സെക്ഷനിലുള്ള കംപ്ലീറ്റ് റൂംസിൽ നിന്ന് ഞങ്ങളെ ഫ്രണ്ട്സിനെ എല്ലാം അവിടെ നിന്ന് മാറ്റി സാറ് വരുന്നതുകൊണ്ട് എല്ലാവരും മാറി. അവസരം ഞങ്ങൾക്ക് ഫ്രീ അക്കോമഡേഷൻ തരാന്നൊക്കെ പറഞ്ഞു. പക്ഷെ ഓക്കെ, ഞങ്ങൾക്ക് കുറച്ച് ഡിസ്കൗണ്ട് ഒക്കെ തട്ട് വേറെ റൂം താഴോട്ട് ചേഞ്ച് ചെയ്തു തന്നു. നിങ്ങളെയൊക്കെ ഓടിച്ചു. അപ്പൊ ന്യൂയോർക്കിലൊന്നും അങ്ങനെ ഇത് അറിയപ്പെടുന്ന ആളുകളല്ല. അവിടെ പൊതുവെ
മമ്മൂട്ടിക്ക് പകരം നമ്മുടെ അവിടുത്തെ ആരാണ്? മോർഗൻ ഫ്രീമാനൊക്കെ ആണോ, അതോ ടോം ഹാങ്സ് ആണോ, അതോ ഡെയ്സൽ വാഷിങ്ടൺ ആണോ? ആരാണ് പ്രദീപിന്റെ ഒക്കെ അവിടുത്തെ ന്യൂയോർക്കിൽ? എന്റെ യഥാർത്ഥ സ്റ്റാർ എന്ന് പറഞ്ഞാൽ മിസ്റ്റർ മനു ഭരദ്വാജാണ്, പിന്നെ കിരണാണ്. നിങ്ങളെ പോലുള്ള സ്റ്റാറുകളെ ഞാൻ സ്റ്റാറായിട്ട് കാണുന്നതും ഞാൻ ഏറ്റവും കൂടുതൽ സ്പെൻഡ് ചെയ്യണതും മലയാളത്തിലെ ചാനലും ഇന്റർനാഷണൽ ചാനലും കാണും. എങ്കിൽ പോലും എന്റെ സ്റ്റാറൊക്കെ നിങ്ങളൊക്കെയാണ്. ഞാൻ ഈ വലിയ സിനിമ പ്രിയനൊന്നുമല്ല. പിന്നെ എനിക്കൊരു പരാതി പറയാൻ വേണ്ടിയാണ് ഞാൻ ഈ ഉറക്കത്തിൽ നിന്ന് താങ്കൾ ഞാൻ എണീറ്റ് ഞാൻ പറയാൻ കാരണം, ഞാൻ നിരന്തരം കാണുന്ന ഒരു കാര്യം, ഡോണ്ട് കിൽ ദ വേൾഡ് എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളൊരു AI വീഡിയോ ചെയ്ത് കാണിക്കുന്നുണ്ട്. ഇറാനിലെ സ്കൂളിലെ കുട്ടികളെ കൊണ്ട് മരിക്കുന്നതായിട്ടും ബോംബിടുന്നതായിട്ടും ഒരു ഹോപ്പിനെ കുറിച്ചൊക്കെ കാണിക്കുന്നുണ്ട്. ഞാൻ അറിഞ്ഞുകൂടാത്തതുകൊണ്ട് ചോദിക്കുകയാണ്, നിങ്ങൾ അത് കാണിക്കുന്നത് കൊണ്ട് എന്ത് സന്ദേശമാണ് കേരളത്തിലെ മുസ്ലിം സമൂഹങ്ങളോട് കൊടുക്കുന്നത്? ഇല്ലെങ്കിൽ അവിടുത്തെ നിഷ്പക്ഷമായി ചിന്തിക്കുന്ന ചില ജനങ്ങൾക്ക് കൊടുക്കുന്ന സന്ദേശം എന്താണ് മിസ്റ്റർ മനു? നിങ്ങളുടെ ചാനലിന് എന്ത് അജണ്ടയാണുള്ളത്? ഇത് നിങ്ങൾ യുദ്ധത്തിനെതിരാണ്. അത് യുദ്ധം ഒഴിവാക്കണമെന്നുള്ള വലിയ ആഗ്രഹമല്ലേ എല്ലാവരും കാണിക്കുന്നത്? കുട്ടികളൊക്കെ ഇതിൽ ആക്രമിക്കപ്പെടുമ്പോൾ ഇത് കണ്ടില്ലെന്ന് നടിക്കാൻ എങ്ങനെ കഴിയും? നോക്കൂ, താങ്കളെ പോലുള്ള ഒരു സൗമ്യനായ ഒരു വ്യക്തിയോട് ഇഷ്ടത്തോട് എന്തെങ്കിലും പറയുന്നുണ്ടെങ്കിൽ തന്നെ എന്നോട് ക്ഷമിക്കണം. പക്ഷെ ഞാൻ എന്റെ വിഷമം കൊണ്ട് ഞാൻ പറഞ്ഞു പോവാണ്, ഒരു മാധ്യമം ചെയ്യേണ്ടത് മാധ്യമ ധർമ്മമാണ്. ജനങ്ങൾക്ക് എന്തെങ്കിലും ഗുണകരമായ സന്ദേശങ്ങൾ നിങ്ങൾ കൊല്ലരുതെന്ന് പറയുന്നത് ഏറ്റവും ഗുണകരമായ കാര്യമല്ലേ? അതാണ് ഞാൻ സംസാരിച്ചപ്പോഴും പറഞ്ഞു, നിങ്ങൾ വൺ സൈഡ് പിടിച്ച് ചെയ്യരുതേ. അതൊരു നിങ്ങൾക്ക് വൺ സൈഡ് അല്ലെന്നേ, ഞങ്ങൾ തീവ്രവാദത്തെയും അതുപോലെ ഈ ഇത്തരം സ്വേച്ഛാധിപത്യത്തെയും എല്ലാം ആക്രമിക്കുമ്പോഴും ഇതിന്റെ ഇരകൾ കുട്ടികളാണെന്നുള്ള സന്ദേശം ഈ നാടിന് ലഭിക്കണ്ടേ? നിങ്ങളുടെ ചാനലിന് അത്തരത്തിലുള്ള ഒരു അജണ്ട, ഒരു സന്ദേശം കൊടുക്കണമായിരുന്നു. ഞങ്ങൾ യുദ്ധത്തിനെതിരാണ്, മനുഷ്യരെ കൊല്ലുന്നതിനെതിരാണ്, കുട്ടികളെ കൊല്ലുന്നതിനെതിരാണ്, സ്കൂളുകൾ ബോംബ് ചെയ്യുന്നതിനെതിരാണ്, ആശുപത്രികളിൽ നിരാലംബരായി കിടക്കുന്ന മനുഷ്യർക്കൊപ്പമാണ്. അവർക്ക് എന്തെങ്കിലും നല്ലത് ചെയ്യാൻ കഴിയുമോ എന്ന കാഴ്ചപ്പാട് മാത്രമേ ഞങ്ങൾക്കുള്ളൂ. ഞങ്ങൾക്ക് അതിനപ്പുറത്തേക്ക് ഒരു അജണ്ട ഇല്ല. മനുഷ്യന്റെ അജണ്ട, വിശപ്പിന്റെ അജണ്ട, സാധാരണക്കാരന്റെ അജണ്ട, നിത്യജീവിതത്തിന്റെ അജണ്ട, നമ്മുടെ ചെറിയ ചെറിയ സ്വപ്നങ്ങൾ അത് കെട്ടിപ്പൊക്കുന്ന സാധാരണക്കാരനായ നിരാലംബനായ മനുഷ്യന്റെ അജണ്ടയാണ് എനിക്കുള്ളത്. നോക്കൂ മിസ്റ്റർ മനു, ഇത്തരം സാഹചര്യം ഉണ്ടായ കാരണങ്ങൾ പോലും പലതാണ്. കാരണമൊക്കെ ഞങ്ങൾ അത് എല്ലാ ഘട്ടത്തിലും പറയുന്നുണ്ട്. പക്ഷേ ഇതിന്റെ ഫലം ഇതാണ് എന്ന് ജനങ്ങളെ മനസ്സിലാക്കിക്കാനാണ് ഞങ്ങൾ അത് കാണുന്നത്. നിങ്ങൾ നോക്കും, നമ്മുടെ കേരളത്തില് ഇത് ദൂരെ എവിടെയോ നടക്കുന്ന ഒരു സംഭവം നമ്മുടെ നാട്ടിൽ റിപ്പീറ്റ് ചെയ്ത് നിങ്ങൾ ഓരോ 10 മിനിറ്റ് ഇടയ്ക്ക് കാണിക്കുമ്പോൾ നമ്മുടെ ജനത്തിലെ മുസ്ലിങ്ങളുടെ മനസ്സിൽ എന്ത് തോന്നും? അത് നിങ്ങൾ ചിന്തിക്കുന്നില്ല. അതുപോട്ടെ, നിങ്ങൾ അത് അവിടെ യുദ്ധം എന്നത് മുസ്ലിമിനെയോ ക്രിസ്ത്യാനിയെയോ ഹിന്ദുവിനെയോ മാത്രം ബാധിക്കുന്ന ഒന്നല്ല. യുദ്ധം എന്നത് മനുഷ്യനെ ബാധിക്കുന്ന ഒരു വലിയ വിനാശമാണ്. അത് ഇല്ലാതെ പട്ടിണി കൊണ്ട് മരിക്കും കോടി കുട്ടികൾ അലമുറ കൊള്ളുമ്പോൾ ബോംബുകൾ കൊണ്ട് ഈ യുദ്ധം നടത്തുന്നവരുടെ മുഖത്ത് നോക്കി നമുക്ക് ഇത് ശരിയാണെന്ന് പറയാൻ എനിക്ക് ഒരിക്കലും കഴിയില്ല. അത് ആരുടെ പക്ഷത്ത് ശരി എന്നതിനല്ല, ഇത് നിർത്തണം എന്നതിന്റെ പക്ഷത്താണ് നമ്മൾ. ഞാൻ ദീർഘിപ്പിക്കുന്ന ഞാൻ ഒരു കാര്യം കൂടെ ചോദിച്ചോട്ടെ. നിങ്ങൾക്ക് അങ്ങനെ കൊടുക്കണമായിരുന്നെങ്കിൽ 2 മാസത്തിന് മുമ്പ് 3000-ഓളം ക്രിസ്ത്യൻ കുട്ടികളെ നൈജീരിയയിൽ ഇതേപോലെ ചുട്ടുകൊന്നതിന്റെ വീഡിയോ നിങ്ങൾ ഇതേപോലെ കാണിക്കാത്ത ബോക്കോ തീവ്രവാദികൾ ഞങ്ങളുടെ ഒരു വലിയ പ്രോഗ്രാം തന്നെ ഇതിനെപ്പറ്റി ഉണ്ടായിരുന്നു. അപ്പൊ ആ മാധ്യമ പ്രവർത്തകർ ഞങ്ങളെ വിട്ട് ഇപ്പൊ വേറൊരു ചാനലിലേക്ക് പോയതുകൊണ്ട് ഞാൻ പറയുന്നില്ല. ഒരു നമ്മുടെ മിഥുൻ എന്നാണ് പേര് പറയാൻ എനിക്ക് മടിയില്ല. മിഥുൻ എന്ന ഞങ്ങളുടെ ഇവിടുത്തെ അന്ന് ഇവിടെ നല്ല മിടുക്കനായ ഒരു ജേർണലിസ്റ്റ് ഉണ്ടായിരുന്നു. ആ സമയത്ത് അതിനെപ്പറ്റി നല്ല ഒരു അരമണിക്കൂർ പ്രോഗ്രാം തന്നെ, ഇതുപോലെ ചെറിയ കഷ്ണമല്ല, അരമണിക്കൂർ പ്രോഗ്രാം തന്നെ ഇത്തരം സാഹചര്യങ്ങളൊക്കെ വെച്ച് റിപ്പീറ്റഡായി ഭൂലോകം എന്ന പരിപാടിയിൽ അത് ടെലികാസ്റ്റ് ചെയ്തിരുന്നതാണ് ഞാൻ നന്നായി ഓർക്കുന്നത്. താങ്ക് യു. എന്തായാലും ഞാൻ ഒത്തിരി ദീർഘിപ്പിക്കുന്നില്ല. ദയവ് ചെയ്ത് നമ്മുടെ സെൻസിറ്റീവായ സമൂഹത്തിന്റെ ഇടയ്ക്ക് കൂടുതൽ അവരെ വിഷമിപ്പിക്കുന്നതും വൈരാഗ്യം തോന്നുന്ന രീതിയിലുള്ള പരസ്യങ്ങളോ അല്ലെങ്കിൽ കാണിക്കലെന്ന് എൻ്റെ ഒരു അപേക്ഷയാണ്. താങ്ക് യു. ശരി, ഓക്കെ. അപ്പോൾ എന്നോടൊപ്പം KG കുമാർ കൊട്ടാരക്കരയിൽ നിന്ന് ചേരുന്നു. കുമാർ, ചുരുങ്ങിയ വാക്കുകൾ, സമയം അതിക്രമിച്ചു. ഹലോ. ഈ പാർട്ടി സെക്രട്ടറി റഫീഖ് കൂടെ നടക്കുന്നതിന് ഇദ്ദേഹം മമ്മൂട്ടി അത്രയും വിഷമിക്കേണ്ട കാര്യമില്ല. കാര്യം അദ്ദേഹം പണ്ട് മുതലേ കൈരളി ചാനലിന്റെ ചെയർമാനായിരുന്നു. പിന്നെ അതേപോലെ തന്നെ ഈ മാർക്സിസ്റ്റുകാരനാണ് എന്നുള്ളത് പുള്ളി പരസ്യമായിട്ട് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പക്ഷെ ആ റഫീഖ് അങ്ങനെ കൂടെ നടക്കുന്നത് പാർട്ടി പരിപാടിയായി മാറിപ്പോവോ, മറ്റു ആൾക്കാർക്ക് അത് വേറൊരു വിഷമം തോന്നുവോ എന്നുള്ള ഒരു ഇത് ഇദ്ദേഹത്തിന് ഉണ്ടായിരുന്നുണ്ടെങ്കിൽ ഇങ്ങനെ അയാൾക്ക് ഇൻസൾട്ട് ആവാത്ത രീതിയിൽ പറയണമായിരുന്നു. മാർക്സിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ച് ഈ പിന്നെ പാർട്ടി സെക്രട്ടറി, ജില്ലാ സെക്രട്ടറി എന്ന് പറഞ്ഞ ഒരു വലിയ സ്ഥാനം തന്നെയാണ്. രഹസ്യമായിട്ട് ഇരുചെവി അറിയാതെ പറയണമായിരുന്നു. കാര്യം എന്ന് പറഞ്ഞാൽ ആ പറഞ്ഞു കഴിയുന്നുടനെ ആ അതിക്രമിക്കുന്നതുകൊണ്ടാണ്. വ്യക്തമാണ് അങ്ങയുടെ അഭിപ്രായം. അപ്പൊ മുരളീധരൻ നായർ, നമ്മുടെ സ്ഥിരം പ്രേക്ഷകനാണ്, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. അപ്പൊ മുരളീധരൻ
നായർ എന്നോട് പറയുന്നത് 1990-കളിൽ തിരുവനന്തപുരത്ത് മസ്കറ്റ് ഹോട്ടലിൻ്റെ വെളിയിൽ കാർ പാർക്ക് ചെയ്ത മമ്മൂട്ടിയോട് ഒരല്പം ഒതുക്കി നിർത്താൻ പറഞ്ഞ ട്രാഫിക് പോലീസിനോട് തട്ടിക്കയറി അത് ഞാൻ കണ്ടു എന്ന് ശ്രീ മുരളീധരൻ നായർ എന്നോട് പറയുന്നു. അപ്പോൾ നമ്മൾ അത് ഏത് സാഹചര്യത്തിലാണെന്ന് അറിയില്ല. ചിലപ്പോൾ നമ്മൾ വണ്ടിയൊക്കെ എവിടെയെങ്കിലും ഇടുമ്പോൾ പോലീസ് വന്ന് ഇവിടുന്ന് എടുത്തു മാറ്റടാ എന്നൊക്കെ പറയുമ്പോൾ നമ്മളും ചിലപ്പോൾ ചോദിക്കാറില്ല, നിങ്ങൾ കുറച്ച് മാന്യമായിട്ട് സംസാരിച്ചൂടെ, ഞാൻ എന്താ വല്ല ആരെങ്കിലും കുത്തിക്കൊല്ലുകയോ അല്ലെങ്കിൽ വല്ലതും തട്ടിക്കൊണ്ടുപോവുകയോ ചെയ്തോ എന്നൊക്കെ ചോദിക്കും. അങ്ങനെ എന്തെങ്കിലും ആണോ എന്ന് എനിക്കറിയില്ല. ചിലപ്പോൾ ഈ പോലീസും ചിലപ്പോൾ എന്തെങ്കിലും പറഞ്ഞോന്നറിയില്ല. ഏതായാലും മുരളീധരൻ നായർ പറയുന്നത് ട്രാഫിക് പോലീസിനോട് മമ്മൂട്ടി അങ്ങോട്ട് തട്ടിക്കയറി എന്നാണ്. മമ്മൂട്ടി ആൾ ശരിയില്ലെന്നാണ് ശ്രീ ശശിധരൻ പിള്ള പറയുന്നത്. അദ്ദേഹത്തിൻ്റെ വിമർശനത്തിൻ്റെ നിലവാരത്തെ പറ്റിയാണ് അഭിപ്രായ വ്യത്യാസം. ഓക്കെ, അപ്പോൾ I hope that Mr. Mammootty never informed or called CPM district secretary that then why he has gone along with Mammootty. People might have believed that party has brought him. So Mammootty is right എന്ന് എന്നോട് ശിവദാസൻ ടി കെ എന്നോട് പറയുകയാണ്. 6140. ജനങ്ങളുടെ കാശ് കൊണ്ട് ചെയ്ത ഒരു പ്രോജക്റ്റിൽ CPM ക്രെഡിറ്റ് കൊണ്ടുപോകേണ്ടെന്ന ഉദ്ദേശത്തിലാണ് റഫീഖിനെ അങ്ങനെ പറഞ്ഞതിന് മമ്മൂട്ടിക്ക് അഭിനന്ദനങ്ങളെന്ന് CHN22 എന്നോട് പറയുന്നു. ഡു യു ഹാവ് ഫ്രണ്ട്ഷിപ്പ് വിത്ത് അരുൺ കുമാർ, ഹഷ്മി, വിലാട്ട് സുജിയ എന്നൊക്കെ എന്നോട് ചോദിക്കുന്നത്. എനിക്കങ്ങനെ എൻ്റെ നാട്ടിലെ സുഹൃത്തുക്കളാണ് എൻ്റെ അടുത്ത സുഹൃത്തുക്കൾ. അവർ പലരും ചുമട്ടുതൊഴിലാളികളും ഒക്കെയാണ്. അപ്പോൾ അതാണ് എൻ്റെ വലിയ കൂട്ടുകാർ കേട്ടോ. അപ്പോൾ എൻ്റെ കൂട്ടുകാരാരൊക്കെയാണെന്നാണ് ചോദിക്കുന്നത്. കൂട്ടുകാർ അവിടെയുള്ള എൻ്റെ വീട്ടിനടുത്ത് താമസിക്കുന്ന ആളുകളാണ്. ഓക്കെ, മമ്മൂട്ടിക്കൊരു കുതിരപ്പവൻ കൊടുക്കുന്നു നമ്മുടെ സുരേഷ്. ഓക്കെ, അപ്പോൾ എനിക്കിനി ഉണ്ണികൃഷ്ണൻ ഉണ്ട് മാവേലിക്കരയിൽ നിന്ന്. ശ്രീ ഉണ്ണികൃഷ്ണൻ, ചുരുങ്ങിയ വാക്കുകൾ, നമ്മുടെ സമയം ഇങ്ങനെ അതിക്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. 2-3 ആളുകൾ. ഞാൻ പറയുന്നത്, ഞാൻ CPIM-ന്റെ ജില്ലാ സെക്രട്ടറിയുടെ ഒപ്പമാണ്. അദ്ദേഹം മമ്മൂട്ടിയുടെ കൂടെ പോയതിൽ എന്താണ് തെറ്റ്? അദ്ദേഹം മമ്മൂട്ടി കുറച്ചുകൂടി ദൗർഭാഗ്യകരം, മമ്മൂട്ടി അങ്ങനെ പറഞ്ഞെങ്കിൽ അത് കുറച്ചുകൂടി അദ്ദേഹം എന്താണ് പറയുന്നത്, ഒരു ലഘൂകരിച്ച് ഇത്ര പരസ്യമായിട്ട് പറയേണ്ട കാര്യമില്ലായിരുന്നു. അദ്ദേഹം ഈ ചൂരൽമല ദുരന്തം ഉണ്ടാകുമ്പോൾ ഞങ്ങൾ CPIM-ന്റെ ജില്ലാ സെക്രട്ടറി അവിടെ തന്നെ ഈ രക്ഷാപ്രവർത്തനം നേതൃത്വം കൊടുത്ത വ്യക്തിയാണ്. അപ്പം മമ്മൂട്ടി അതൊക്കെ ഒന്നീ ആരോടെങ്കിലും ചോദിക്കാമായിരുന്നു, അല്ലെങ്കിൽ അത് ചിന്തിച്ച് പറയണമായിരുന്നു. CPM-ന്റെ ജില്ലാ സെക്രട്ടറി അത്ര മോശം ആളൊന്നും അല്ലല്ലോ. അപ്പൊ ഇത് ഇങ്ങനെ ഇദ്ദേഹത്തിന് ഒരു തെറ്റിദ്ധാരണ വന്നോ? ആ ഫ്രെയിമിൽ കയറി നിൽക്കാനുള്ള ശ്രമം നടത്തുന്നു. കുറച്ചുകൂടി പക്വതമായി ഇടപെടണം. ഞാൻ മമ്മൂട്ടിയുടെ ഒരു ഇഷ്ടപ്പെടുന്ന ആളാണ് മമ്മൂട്ടിയെ. ഞാൻ ഒരു നടന്റെയും വലിയ ആരാധകനൊന്നുമല്ല, എന്നാൽ നല്ല കഥാപാത്രങ്ങൾ ഇഷ്ടപ്പെടുന്ന ആള് തന്നെ. മമ്മൂട്ടിയുടെ ഒരുപാട് സിനിമകൾ കാണുന്ന ആളാ. പക്ഷെ മമ്മൂട്ടി മര്യാദ കാണിക്കണമായിരുന്നു എന്നാണ് അങ്ങയുടെ അഭിപ്രായം? അത് തന്നെ മമ്മൂട്ടി കുറച്ചുകൂടി ഇത് കാണിക്കണമായിരുന്നു. അദ്ദേഹം പിന്നെ എന്ത് ചെയ്യണമായിരുന്നു? ഞങ്ങളിപ്പോഴും ജില്ലാ സെക്രട്ടറിയുടെ കൂടെ തന്നെ കേട്ടോ. അദ്ദേഹം ചെയ്താണ് ശരി. മമ്മൂട്ടി കുറച്ചുകൂടി കുറച്ചുകൂടി ഇത് കാണിക്കണമായിരുന്നു, കാണിച്ചില്ല. നിർഭാഗ്യകരം, അത്രേ പറയാനുള്ളൂ. ശരി, അപ്പൊ ഉമേഷ് കോഴിക്കോട് എന്നോടൊപ്പം ചേരുന്നു. ശ്രീ ഉമേഷ്, ഇതൊരു സ്വകാര്യ സന്ദർശനം നടത്തിയ മമ്മൂട്ടിയുടെ പരിപാടിയെ പാർട്ടി പരിപാടിയാക്കാൻ ഒരു ശ്രമം നടത്തിയെന്ന ആക്ഷേപം ഏതെങ്കിലും തരത്തിൽ ശരിയാണോ? അതോ MA ബേബി അവിടെ ഉണ്ടായിരുന്നപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ജില്ലാ സെക്രട്ടറി അദ്ദേഹം പോയതിനു ശേഷം മമ്മൂട്ടിയെ കണ്ടപ്പോഴും കൂടെ പോയി എന്നതാണോ? എന്താണ് ശ്രീ ഉമേഷ് ഒക്കെ മനസ്സിലാക്കുന്നത്? അത് മൻസൂർ പറഞ്ഞതിൽ കുറച്ച് കഴമ്പില്ലാതില്ല. അതൊരു പാർട്ടി പരിപാടി പോലാക്കാൻ ശ്രമിച്ചു എന്നുള്ള സത്യമാണ്. പക്ഷെ മമ്മൂക്ക ചെയ്തിരിക്കുന്നതായിരിക്കുന്ന കാര്യം ശരിയല്ല. എന്തായിരുന്നാലും ഞാനിപ്പോ ഒരു കോൺഗ്രസ്സുകാരനാണ്. പക്ഷെ ഒരു CPM-ന്റെ ജില്ലാ സെക്രട്ടറി ആയിരിക്കുന്ന ഒരു പൊതുപ്രവർത്തനെ ആ ദുരന്ത സമയത്ത് ആ പ്രവർത്തൻ നല്ല രീതിയിൽ പ്രവർത്തിച്ചിട്ടുണ്ടാവാം അദ്ദേഹത്തെ. അതുപോലുള്ള ഒരു വ്യക്തിയെ ഒരു പരസ്യമായിട്ട് അപമാനിക്കാൻ പാടില്ലായിരുന്നു അത്തരത്തിലുള്ള പൊതുപ്രവർത്തകനെ. പക്ഷെ ഇത് വേറൊന്നുണ്ട്. അപ്പൊ ഞാൻ ചോദിക്കുന്നത്, ഏതായാലും മമ്മൂട്ടി ഇപ്പൊ ക്ഷമാപണം നടത്തി മാപ്പ് പറഞ്ഞു, വീഡിയോ കോൾ ചെയ്തു. അപ്പൊ അതോടുകൂടി അത് നമുക്ക് മാപ്പ് കൊടുക്കാൻ തക്കതായ ഒരു ഇതായോ, അതോ ഇത് വിവാദമായതുകൊണ്ട് മാപ്പ് പറഞ്ഞതാ, ഖേദം പ്രകടിപ്പിച്ചതാണോ? അത് വിവാദമായോണ്ട് ഖേദം പ്രകടിപ്പിച്ചു എന്നല്ലാതെ വേറെ എന്താ. അല്ലാതെ നമ്മൾ ഒരു തെറ്റ് ചെയ്ത് പിന്നെ ആ തെറ്റ് ഇനി തെറ്റല്ലാതാവുകയൊന്നുമില്ലല്ലോ. ഒരു മാപ്പ് പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു തെറ്റല്ലാതാവില്ലല്ലോ. പക്ഷെ വേറൊന്നുണ്ട്, ഒന്നും കൂടി മനസ്സറിയാനെന്ന് പറഞ്ഞോട്ടെ. ഇതേപോലെ തന്നെ അവിടെയുള്ള സ്ഥലം MLA സിദ്ദീഖിനെ പ്രസംഗിക്കുന്ന സമയത്ത് കൂകിയിട്ട് അപമാനിക്കാൻ നോക്കിയവരാണ് ഇവര്. അപ്പോ കൊടുത്താൽ കൊല്ലത്തും കിട്ടും. അപ്പൊ അപമാനിക്കല് ആര് ചെയ്താലും അത് തെറ്റ് തന്നെയാണ് എനിക്ക് ഈ ഒരു അവസരത്തിൽ പറയാം. അപ്പൊ സിദ്ദിഖിനെ അവമാനിച്ചതിന് ഇപ്പൊ തിരിച്ചു കിട്ടിയെന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത്? അതല്ലാതെ അല്ല, കിട്ടിയതല്ല. ഇത് ആരെയായാലും പരസ്യമായിട്ട് അപമാനിക്കാൻ പാടില്ല. കൂടെ നിന്നവരെ അപമാനിക്കാൻ പാടില്ലാത്തതിന്റെ ഉത്തമ ഉദാഹരണം മാത്രമാണ് ഇതെന്ന് പറയാനുള്ളൂ. ഓക്കെ, വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. ശരത്ത് നമ്മുടെ സമയം കഴിയാറായി. എറണാകുളത്താണ് വിളിക്കുന്നത്. നമസ്കാരം. നമസ്കാരം. എനിക്ക് പറയാനുള്ളത്,
മമ്മൂട്ടി അങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ലായിരുന്നു. അത് ഏത് രാഷ്ട്രീയ പാർട്ടി ആയിക്കോട്ടെ, ഏത് രാഷ്ട്രീയക്കാരനായിക്കോട്ടെ, മമ്മൂട്ടി പറഞ്ഞത് തെറ്റാണ്. ഒരു പരസ്യമായിട്ട് ഇത്രയും ആൾക്കാരുടെ മുന്നിൽ വെച്ച് ആ ദുരന്ത സമയത്ത് ഏറ്റവും കൂടുതൽ ഇടപെട്ട ഒരാളെ ഇത്ര പരസ്യമായിട്ട് മോശമായിട്ട് പറയാൻ പാടില്ലായിരുന്നു. മമ്മൂട്ടിക്ക് പറയണമെങ്കിൽ അയാൾ മുന്നേ പറയായിരുന്നു ഇയാൾ വരണ്ടെന്നുള്ളത്. ആൾക്കാരുടെ ഇടയിൽ വെച്ച് പറഞ്ഞത് മമ്മൂട്ടി പറഞ്ഞത് തെറ്റായി പോയി. എന്തായാലും മമ്മൂട്ടി മാപ്പ് പറഞ്ഞതായിട്ട് കണ്ടു. അതോടുകൂടി ഈ പ്രശ്നം ഇനി അവസാനിപ്പിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. യെസ്, വ്യക്തമാണ് ശരത്തിൻ്റെ അഭിപ്രായം. അപ്പോൾ ഞാൻ ഇന്ന് വനിതകൾ നമ്മൾ കാണ്ടില്ലല്ലോ എന്ന് വിചാരിക്കുന്നത്. അപ്പോൾ പല ആളുകളും ഉണ്ട് കേട്ടോ. സെബീന സുൽഫി നമ്മുടെ വിളിക്കുന്നതിനേക്കാൾ കൂടുതൽ നല്ലത് നേരിട്ട് വന്ന അഭിപ്രായം പറയുന്നതാണെന്ന് തോന്നും. 5 മിനിറ്റ് കൊണ്ട് സ്റ്റുഡിയോ എത്താം എനിക്ക് അവിടെ നിന്ന്. അപ്പോൾ സന്തോഷം ശ്രീമതി സെബീന, ഒരു ദിവസം നമ്മുടെ സ്റ്റുഡിയോയിലേക്ക് വരൂ, നമുക്ക് പൊതുവേദിയിലൊക്കെ ഒരുമിച്ച് നിൽക്കാം. അപ്പോൾ ഫോൺ വിളിച്ചിട്ട് കിട്ടുന്നുണ്ടാവില്ലായിരിക്കും പാവത്തിന്, വിളിച്ചാൽ കിട്ടാറില്ലെന്ന്. അത് എന്താണ് അത് എല്ലാവരും കൂടി ഇങ്ങനെ ശ്രമിക്കുന്നതുകൊണ്ടാണ്. ട്രംപിനെ ഓക്കെ പരിഹസിക്കുന്നുണ്ട് സെബാസ്റ്റ്യൻ സി. ഏതായാലും സെബീന സുൽഫിക്ക് വിളിച്ചിട്ട് കിട്ടുന്നില്ല എന്നുള്ള അഭിപ്രായമുണ്ട്. നമ്മുടെ സ്ഥിരം പ്രേക്ഷകയാണെന്ന് ഞാൻ വിചാരിച്ചു. വനിതാ ദിനം ആയതുകൊണ്ട് അവർക്കൊക്കെ ഒരു അവസരം കിട്ടുമെന്ന് വിചാരിച്ചു. പക്ഷേ നമ്മുടെ ആളുകൾക്ക് അവസരം കിട്ടിയില്ല. അപ്പോൾ കുഴപ്പമില്ല, നമുക്ക് എല്ലാ ദിനവും വനിതാ ദിനം തന്നെ, നമുക്ക് അടുത്ത ദിവസം കൂടുതൽ വനിതകൾക്ക് അവസരം കൊടുക്കാം. അപ്പോൾ ഈ വിഷയം ഞാൻ യൂട്യൂബിലും പ്രേക്ഷകർക്ക് മുന്നിൽ ചർച്ച ചെയ്തു. അപ്പോൾ ഞാനൊരു പ്രധാന ചോദ്യം ചോദിച്ചത്, മമ്മൂട്ടിക്ക് എതിരെ നടന്ന സൈബർ ആക്രമണം അതിരു കടന്നു എന്ന് ചോദിച്ചപ്പോൾ പല ആളുകളും അത് സൈബർ ആക്രമണം ഒഴിവാക്കാമായിരുന്നു, അത് 81% ആളുകൾ സൈബർ ആക്രമണം അതിരു കടന്നു എന്ന നിലപാടാണ്. ഏതായാലും ചർച്ചകൾക്കും വിമർശനങ്ങൾക്കും സോഷ്യൽ മീഡിയ ഒരു തുറന്ന വേദിയാണ്. അഭിപ്രായ വ്യത്യാസങ്ങൾ നമുക്കുണ്ടാകാം, വാദപ്രതിവാദങ്ങൾ ഉണ്ടാകാം, അതൊക്കെ സ്വാഭാവികമാണ്. എന്നാൽ അത് വ്യക്തിപരമായ അധിക്ഷേപങ്ങളിലേക്കും ആളുകളെ അപമാനിക്കുന്നതിലേക്കും വഴിമാറുമ്പോൾ അത് നമ്മുടെ സാംസ്കാരിക രീതിക്ക് നേരെ തന്നെയാണ് വലിയ ചോദ്യങ്ങൾ ഉയർത്തുന്നത്. വർഷങ്ങളായി മലയാള സിനിമയെ സമ്പന്നമാക്കിയ ഒരു മുതിർന്ന നടനെ, പൊതുജീവിതത്തിൽ പ്രവർത്തിക്കുന്ന ഒരു രാഷ്ട്രീയ നേതാവിനെ ഒക്കെ അപമാനിക്കുന്ന ഭാഷയും സമീപനവും ഒരിക്കലും ന്യായീകരിക്കാനാവില്ല. സോഷ്യൽ മീഡിയയിൽ നമ്മൾ എഴുതുന്ന ഓരോ വാക്കിനും സാമൂഹിക ഉത്തരവാദിത്വമുണ്ട് എന്ന് നമ്മൾ ഓർക്കണം. വിമർശനം ഉണ്ടാകട്ടെ, ഒപ്പം ശൈലിയും ഭാഷയും സംസ്കാരവും സൗമ്യതയും ഒക്കെ നിലനിൽക്കുകയും വേണം. അതുകൊണ്ട് നമുക്ക് അഭിപ്രായങ്ങൾ ശക്തമായി തന്നെ തുറന്നു പറയാം, പക്ഷേ മാന്യത കൈവിടാതിരിക്കാം. ഇന്നത്തെ പൊതുവേദി ഇവിടെ സമാപിക്കുന്നു. നാളെ മറ്റൊരു വിഷയമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.